അസ്സലാമലൈക്കും. നമ്മുടെ ഈ പള്ളിയിൽ ഖത്തീബിനെ കിട്ടാൻ വേണ്ടി നമ്മളെ റസാഖും ഞാനും മീരാനും ഞങ്ങളെല്ലാവരോടും എല്ലാം കൂടിയിട്ടാണ് അവിടെ സാധ്യതയെ കണ്ട് സംസാരിച്ചത്. മുമ്പ് പല അവിടെ ക്ലാസ് ഉണ്ടായപ്പോൾ ഉപ്പൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾക്കതോടെ എത്തി. ഇൻഷാ അല്ലാഹ് മുപ്പത് പിന്നെ മൂന്ന് പറ്റുന്ന റസാഖിനെ പറ്റുന്ന എല്ലാം എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയില്ല. നമ്മളെ മാസങ്ങൾ നമ്മളെല്ലാവരും വന്നത് ഒരുപാട് എല്ലാ മാസങ്ങളും നമ്മൾ ചെയ്യട്ടെ. പിന്നെ നമ്മളെ പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ സാധ്യതയെ ക്ഷണിച്ചു കൊടുത്തു. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين بلغ الرسالة وأدى الأمانة ونصح الأمة. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وفي روايته وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. قال النبي صلى الله عليه وسلم عن أبي هريرة رضي الله عنه قال فجاء رجل من الأنصار على سلم رسول الله صلى الله عليه وسلم فقال أي المؤمن الأقياس؟ قال يا رسول الله. فقال أكثرهم للموت ذكرا وأحسنهم لما بعد استهلالا وأولئك الأقياس. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ചെവിക്കണ്ണ് കൽവിവ തന്നതും നമുക്കല്ലേ. ചൊവ്വായ രീതിയിൽ പോകണം അതിനല്ലേ. സന്മാർഗിയായാൽ സ്വർഗമാണവർക്കുള്ളത്, ദുർമാർഗിയായാൽ നരകമാണവർക്കുള്ളത്. പടക്കുന്ന ചീഞ്ചലമാണതിൽ നിറക്കുന്നത്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ. ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. ഇതിൽ ചെന്ന് വീഴാതാകണേ റഹ്മാനേ. അതിനായി ദുആ ചെയ്യുന്നു യാ ദയ്യാനേ. കേരള നദവത്തുൽ മുജാഹിദീൻ കുനി യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള തദ്ക്കിറ എന്ന മഹാപഠന ക്ലാസ്സിൽ സന്നിഹിതരായിട്ടുള്ള
ബഹുമാന്യന്മാരായ കേരള നദുത്തുൽ മുജാഹിദീന്റെ നേതാക്കന്മാരെ, ബഹുമാന്യരായ കാരണവന്മാരെ, സഹപ്രവർത്തകന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, എൻ്റെ സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാരെ, സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ വലിയ ഒരു കാലയളവിന് ശേഷം വീണ്ടും ഏകദേശം 3 വർഷത്തോളം ഖുത്ബ നിർവഹിച്ച ഈ കേന്ദ്രം മസ്ജിദിന്റെ മദ്രസ ഹാളിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അല്ലാഹു തആല എനിക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഉദ്ഘാടന ഭാഷണത്തിൽ അർമണ്ഡക സൂചിപ്പിച്ചതുപോലെ ഏറെ ഹൃദയബന്ധമുള്ള, വളരെയധികം മാനസികമായും ആദർശപരമായും ഒക്കെ ഒരു കുടുംബത്താൽക്കാൾ ഏറെ ബന്ധമുള്ള ഒരു ഹൃദയം നിറഞ്ഞ മഹലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുനി എന്നത്. ആ കാലഘട്ടത്തിൽ വളരെയധികം സ്നേഹബന്ധമുള്ള ആളുകൾ തന്നെയായിരുന്നില്ലെങ്കിലും പല ആളുകളുമായും 14 വർഷത്തിന് ശേഷം ഈ മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് തൗഫീഖ് കിട്ടി. ഈ നീണ്ട കാലയളവിൽ അർമണ്ഡ്യക്കാരനെ പോലെയുള്ള പല ആളുകളുമായും ബന്ധമുണ്ടായിരുന്നു എന്നത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു സംഗതിയായി സദസ്സിൽ ഓർക്കുകയാണ്. അതിൽപ്പെട്ട നമ്മുടെ റസാഖാക്ക, അബ്ബാസാക്ക തുടങ്ങിയ നമ്മുടെ MGM-ന്റെ സാരഥിയായ ഉമ്മച്ചാത്തന്റെ ഭർത്താവ് തുടങ്ങിയ പലരും ഓർമ്മയുള്ളതും പ്രയാസവുമായ എല്ലാവരും വേർപെട്ട ഒരുപാട് അവരെല്ലാം ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഓർക്കുകയാണ്. എൻ്റെ യാത്രകളിലും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആളുകളുടെ കബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു തആല കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ അദാബിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് വളർത്തുമൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകിയവന്റെ ഫضل കൊണ്ട് നമ്മെ എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഒരല്പം ഞാൻ ദീർഘിപ്പിച്ചു. നിങ്ങളാരും എന്താ അങ്ങനെയൊക്കെ ഒരു ദീർഘിപ്പിച്ച ആമുഖം പറയാൻ മാത്രം എന്ന് വിചാരിക്കരുത്. സാധാരണ മാസാന്ത ക്ലാസ്സിൽ വരുന്ന എന്താ പറയുക, എനിക്കോളായാലും സത്താർപൂർണിമകളായാലും ഓർക്കൊന്നും ഇങ്ങനെ ഒരു ആമുഖം പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ ആമുഖം പറഞ്ഞത് ഒരു മുഷിപ്പായിട്ട് തോന്നിയോ? ഇല്ല. അതിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരിക്കലും എഴുതി വെക്കാതെ എനിക്ക് പറയേണ്ടി വന്നത്. അങ്ങനെ അത്രയും ബന്ധം എൻ്റെ 26 വർഷത്തെ പ്രഭാഷണ കാലഘട്ടത്തിലും ഖുത്ബ പ്രബോധന കാലഘട്ടത്തിലും ഏറ്റവും ആത്മാർത്ഥതയും എന്താണെന്നറിയാൻ മനസ്സിൽ പുറമേണ്ടായ ഒരു മഹല്ല, ഒരു ബന്ധമാണ് ഈ പള്ളിയും ഈ ആളുകൾ നിങ്ങൾക്ക് മാറ്റി. അല്ലാഹു തആല ഇനിയും അതിൽ ദീർഘകാലം നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ചുള്ള അല്ലാഹു നമ്മിൽ നിന്ന് ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, പ്രത്യേകിച്ച് ഒരു വിഷയം എനിക്ക് കമന്റ് നൽകിയിട്ടില്ല. ഞാൻ ചോദിച്ചിരുന്നു, കാരണം ഒരു ആവർത്തനം വരേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ഇനി അതേപോലെ തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുന്നൊരു മുഷിപ്പ് വരണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് എല്ലാവർക്കും മൗലവി നിങ്ങൾ ഒരു പരലോക സംബന്ധമായ ഒരു മനസ്സിന് നമുക്കൊരു ധാർമ്മികത, ഒരു പരലോകബന്ധിതമായ ഒരു ഓർമ്മകൾ, അതിലേക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാന വേഷവും അവസാന യാത്രയും എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയാൻ അല്ലാഹു എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഇഹലോക ജീവിതം എന്ന് പറയുന്നത് തികച്ചും നൈമിഷികമാണ്, തികച്ചും താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നത് മതമാണ് എന്ന് കമ്മ്യൂണിസം പറയും ആദ്യകാലത്ത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ മയക്കുന്ന മതമല്ല ഈ കറുപ്പായി നിലനിൽക്കുന്ന മറിച്ച് മനുഷ്യന് ഔന്നിത്യം നൽകുന്ന, വ്യക്തിത്വം നൽകുന്ന, അവന് അസ്തിത്വം നൽകുന്ന, അവന് കൃത്യമായ ഒരു ജീവിത ശൈലിയും കൃത്യമായ ഒരു മരണാനന്തര ബോധവും പരലോകബന്ധിതമായ വിശ്വാസവുമുള്ള ഒരു നല്ല മനുഷ്യനെ ആക്കുന്നതാണ്. ഇത് കറുപ്പല്ല, ഇത് ഇരുട്ടല്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ഈ ചണ്ടിക്കൂമ്പാരമായ നൈമിഷികമായ തികച്ചും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഈ ദുനിയാവിൽ ഒരിക്കലും നമ്മൾ ശാശ്വതമായി ജീവിക്കാൻ വന്നവരല്ല. ആണോ? അല്ല. അത് പ്രത്യേകിച്ച് ഇനി ശാസ്ത്രം തെളിയിച്ച് അല്ലെങ്കിൽ അത് ഓന്റെ ബുദ്ധിക്കനുസരിച്ച് ഓനെ പഠിപ്പിച്ച് എന്നിട്ട് വിശ്വസിപ്പിക്കാൻ ഇറങ്ങേറിയിരിക്കുന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ പദാർത്ഥവാദികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും അന്നും അല്ല. അല്ലാഹു തൗഫീഖ്. പക്ഷെ നമ്മളെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വിശിഷ്യാപരിഷ്കാരികളായ വിദ്യാസമ്പന്നരായ ആളുകളുടെ കുടുംബത്തിൽ നിന്ന് പെൺമക്കൾ ഏറെ നാസ്തികതയിലേക്കും ലിബറലിസത്തിലേക്കും നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട്. പുതിയ കണക്ക് പരിശോധിച്ചുകൊണ്ട് പറയപ്പെടുന്നത് അല്ലാഹുവിന്റെ ആയത്തീസൊന്നല്ല, അതിന്റെ തെളിവെടുത്ത് കണക്കുകൾ പരിശോധിച്ച് പറയപ്പെടുന്നു 2030-32 വർഷങ്ങൾക്കുള്ളിൽ ഈ കേരളത്തിൽ 30% മുസ്ലിം സ്ത്രീകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുമെന്നാണ് കണക്ക് പറയുന്നത്. 30% ക്രൈസ്തവ സ്ത്രീകൾ, പെൺകുട്ടികൾ അവര് നിരീശ്വരവാദത്തിലേക്ക് പോകുമെന്നാണ്. അതേപോലെ സനാതന ധർമ്മം ഉൾക്കൊള്ളുന്ന ഹിന്ദു മതത്തിൽ നിന്ന് 30% എന്ന് പറഞ്ഞാൽ 2032 ആകുമ്പോഴേക്കും കേരളത്തിൽ ഏറ്റവും വലിയ മതം നിരീശ്വരവാദമായിരിക്കും. പഠനങ്ങൾ പറയാം. ഈ ഇന്റർനെറ്റ് യുഗത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ഈ യുവ സമൂഹത്തിൽ നിന്ന്, വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. നമ്മുടെ മക്കളെല്ലാം നല്ല മക്കളാക്കി തരുമാറാകട്ടെ. അത് വിധാനകരമായ അവസ്ഥയാണ് ദുനിയാവ്. അതെന്താണ് സത്യത്തിൽ? അതിൻ്റെ വിലയും നിലയും നമുക്കത് മനസ്സിലാകാൻ ഒരു ചരിത്രം ഞാൻ പറയും. ഒരു താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ പ്രമാണങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട് പറയുകയാണെങ്കിൽ, ഖുർആൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ ഒരു വലിയ വ്യക്തിയാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ശൈഖുൽ അംബിയ എന്നറിയപ്പെടുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുന്ന രംഗം. ഇങ്ങനെ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാം വന്നു. ആരെടുത്ത്? 950 കൊല്ലം എന്ന് പറഞ്ഞ ചില്ലറ കാലഘട്ടമാണ്. 9ാം നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ, അതിലേറെ കൊല്ലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നൂഹ് നബി അലൈഹി സ്വലാമിന്റെ റൂഹിനെ പിടിക്കാനുള്ള മലക്കുൽ മൗത്ത് അലൈഹി സ്വലാം ഒരു ഇന്റർവ്യൂ നടത്തിയതാണ് താരീഖ് പറയുന്നത്. ഒരു ഇന്റർവ്യൂ നടത്തി. അതാണ് മലക്കുൽ മൗത്തിന്റെ ചോദ്യം. എന്താണ് ഈ ദൈർഘ്യമേറിയ ഇഹലോക ജീവിതത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു ഇന്റർവ്യൂ. എന്താ മറുപടി? നിങ്ങൾ നമ്മളാദ്യം പറഞ്ഞ പോലല്ല, ഒറ്റ വാക്കിൽ നൂഹ് അലൈഹി സ്വലാം ഒതുക്കി. അതാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം. നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു മലക്കുൽ മൗത്തിനോട്, അതിപ്പോ എന്താ, പൂമുഖത്തെ വാതിലിലൂടെ അഥവാ ഫ്രണ്ട് വാതിലിലൂടെ കയറി അടുക്കള വാതിലൂടെ ഇറങ്ങിപ്പോയ മാതിരി. അത്ര തന്നെ ഉള്ളത്. 900 കൊല്ലത്തെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം അത് പറഞ്ഞു. എന്താ കാരണം? ഒരു ദൈർഘ്യമേറിയ കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടും ഒരു ഡോറിലൂടെ കയറി അപ്പുറത്തെ ഡോറിലൂടെ ഇറങ്ങിയ കാലം വരെ എന്ന് അതിനെ നിസ്സാരമാക്കാനുള്ള കാരണം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇഹലോക ജീവിതവും പരലോക ജീവിതവും തമ്മിലുള്ള ദൈർഘ്യം 50,000 വർഷത്തെ ദൈർഘ്യമാണ്. അവിടെയുള്ള നൃത്തത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, 50,000 വർഷം
ഒരു മണിക്കൂർ 24 മണിക്കൂർ എന്ന നമ്മുടെ ഒരു ദിവസം അവിടുത്തെ 50,000 കൊല്ലാണ്. അപ്പൊ അവിടുത്തെ കാലയളവ് എത്രയായിരിക്കും? ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായവർക്ക് അതാണ് മനസ്സിലാക്കിയത്. കാരണം പരലോകത്തെ ചെയ്ത നല്ല 24 മണിക്കൂർ 50,000 കൊല്ലാണെങ്കിൽ ഈ 950 കൊല്ലം ജീവിച്ച മനുഷ്യൻ അള്ളാന്റെ ലോകത്തെ കണക്കുമായി ബന്ധപ്പെടുത്തുമ്പോൾ എത്ര ഉള്ളൂ? നമ്മളെ ജീവിച്ചതിനെക്കാലത്ത് ആകെ ഉണ്ടാവുള്ളൂ. അത് നോമ്പി അലൈഹിസ്സലാം മനസ്സിലാക്കി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? അത്രയും നൈമിഷികമായ ദുനിയാവ്, അതിനു വേണ്ടി ഒരിക്കലും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ പറയാം നമ്മളതിന് വേണ്ടിയല്ലല്ലോ, അതിനു വേണ്ടിയല്ലല്ലോ നാം മാറ്റിവെച്ചത്. പിന്നെ നമ്മൾ പരലോകത്തിന് വേണ്ടിയാണ്. അതിനല്ലേ പോലെ നമ്മളൊക്കെ സംഘടിപ്പിച്ച് നമ്മളെ വിളിച്ചാലേ അതിനല്ലേ, പിന്നെ നിങ്ങളൊക്കെ അങ്ങനെ പറയാം. അതായത് ഏലോക ജീവിതത്തിന് വേണ്ടി നാം പരലോകത്തെ മറന്നിട്ടില്ല, അത് സത്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളും ആ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സുന്ദരമായ മണിയറയിലെ ഖബർ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി ആ അർശിലെ തണലിൽ പോയി നിൽക്കുന്നതിന് വേണ്ടി ആ പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗദുൽ കൗസർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതിന് വേണ്ടി ആ അർശിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ലളിതമായ ഹിസാബ് കൃത്യമായി ലഭിച്ചുകൊണ്ട് സിറാത്ത് പാലത്തിലൂടെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് നമ്മൾ 1-ാം സ്ഥാനം ആ സ്വർഗലോകമാവുന്ന പരലോകത്തിനും 2-ാം സ്ഥാനം ഈ ദുനിയാവിന് കൊടുത്തവനാണോ? ആണെങ്കിൽ ഈ പറഞ്ഞ ഞാനും കേൾക്കണങ്ങളും റാഹത്തിലാണ്. പക്ഷെ ഒറ്റക്കൊറ്റയ്ക്ക് ഒന്ന് ഓരോരുത്തർ ഒന്ന് നഫ്സിനോട് ചോദിച്ചു നോക്കുകയാണ്, അതന്നെയാണോ സാധ്യത? അതന്നെയാണോ? ആണോ? അല്ല, അല്ല എന്ന ഉത്തരം നമുക്ക് കിട്ടും. എന്തേ കാരണം? എന്തേ കാരണം? ജീവിതത്തിനോട് അങ്ങേറ്റത്തെ അലച്ച. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്ന് പറയും. പക്ഷേ ഇവിടെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അലച്ചാതന്നെ പറയണം. ഇഷ്ടത്തിനേക്കാൾ അപ്പുറമാണ് അലച്ച, അല്ലേ? ഭക്ഷണത്തിനോട് താല്പര്യമുള്ളവരാണെന്ന് പറയുന്നവരും ഭക്ഷണപ്രിയനാണെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കണതും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണമെന്നുണ്ട് നമ്മൾ പറയുക. അതന്നെ സംഗതി. അങ്ങനെയാണ് ജ്ഞാനങ്ങളെന്ന് നമ്മുടെ നഫ്സിനോട് പറയേണ്ടി വരും. ഇതും മനസ്സിലാകണമെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു 5 കാര്യം ഞാനെന്ത് ചെയ്യാം, ഒന്ന് എണ്ണ. നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്കും വേണ്ടിയിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പം നമുക്ക് ഒന്നായിട്ടൊന്നും എണ്ണ ഇൻഷാ അല്ലാഹ്. 5 കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ അതാണെന്നാണ് പറയാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. നിങ്ങളുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുമ്പ് ഖബ്ല ഖംസി 5 കാര്യങ്ങൾ മുതലാക്കണം. അത് ഏതാന്ന് ഞാൻ പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 കാര്യം ഏതാന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ബാക്കി എന്താ മൂല്യം പറയാതെ പോയത്, എന്നാൽ കിട്ടേണ്ടതാണല്ലോ. കാരണം 5 കാര്യങ്ങളുടെ ചോദ്യത്തിൽ വരാൻ പോണതാണ്. അത് വന്നാൽ ഇപ്പൊ കിട്ടുന്ന 5 കാര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി പറയണത്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ആ നഷ്ടപ്പെടാത്ത കാലത്ത് 5 കാര്യം ഉപയോഗപ്പെടുത്തുക. അത് നിങ്ങൾ പഠിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതിനോട് സമാനമായ ഒരു 5 കാര്യം സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞു. അത് ഞാൻ പറയണം. പറഞ്ഞത് നമ്മൾ പഠിക്കുക. അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞത് സയ്യിദ് മഖ്ദൂമിന്റെ 5 കാര്യമാണ്. അത് വിശദീകരിക്കുന്ന ആവശ്യമല്ലേ? ആണോ? ആണ്. അപ്പൊ ഈ 5 കാര്യം ഞാൻ പറയാതെ വിട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പണിയാവും. കാരണം എന്താ, അത് അത്ര പ്രാധാന്യത്തോട് പഠിക്കേണ്ട എന്തൊന്നും ആവില്ല. ശരി, ഉറപ്പാടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹിയുടെ ഹദീസിന്റെ ബാക്കി ഭാഗം അത് സയ്യിദ് മഖ്ദൂമിന്റെ പോലെയാണോ? ആണോ? ആണോ? അല്ല, അത് വളരെ അടിസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾക്ക് പോലും ബാധ്യത ഉണ്ടോ? അല്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ മൂപ്പരെ ബാക്കി പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിച്ചിലാവോ? ആവോ? ആവുമെങ്കിൽ പറഞ്ഞോളി, ഞാൻ പറയാം. ഇല്ല, അല്ല, എന്താണ് കാരണം? അതാണ് നമ്മൾ ഈ മാസം അള്ളാഹുക്കെ ഉറപ്പിച്ചേ.
ഇതില്ലായാൽ മതി. അപ്പൊ സയ്യിദ് മഹ്ദൂം പറഞ്ഞ 5 കാര്യം ഞാൻ പറയാം. يحبون خمسا وينسون خمسا. 5 കാര്യങ്ങൾ മനുഷ്യൻ അമിതമായി സ്നേഹിക്കുന്നതാണ്. അടിസ്ഥാനപരമായ 5 കാര്യങ്ങളെ അവർ താൽക്കാലികമായി കാണുകയാണ്. നിങ്ങൾക്ക് ആകാംക്ഷ ഈ 5 കാര്യം എന്താണ്? എണ്ണല്ലേ? എണ്ണയുടെ നമുക്ക് എണ്ണല്ലേ? ഇൻഷാല്ലാ എണ്ണ. യഹ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത. ജീവിതത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, എന്നാൽ മരണത്തെ മറന്നു കളയുന്നു. അയാൾക്ക് എന്താ പറയാ? ആണോ? കുറച്ച് പറയുന്ന മലപ്പുറത്ത് മുമ്പ് 2 വരുന്നതിൻ്റെ മുമ്പ് ഒരു 10 ഞാൻ അവിടെ എത്തും. ഞാൻ പാലകടി കടന്നുകളെന്ന് പറഞ്ഞാൽ ഒരു 10 അവിടെ എത്തും. പാലകടി കടന്നുകളെന്ന് പറഞ്ഞ നേരത്ത് നമ്മുടെ പേരക്കുട്ടി വന്നിട്ട് 99 വയസ്സായ വല്യപ്പാൻ ചോദിക്കും, വല്യപ്പ നീ വരാൻ 10 ഞാൻ മുമ്പെത്തും, എത്ര പാട് പോയിക്കൂടെ, റാഹത്തല്ലേ? അപ്പോൾ പറയും, മനെ ഞാൻ ഇളയ പേരക്കുട്ടിയുടെ കുടിയിട്ടും കഴിക്കോട്ടെ, എന്നിട്ട് വലിയപ്പാക്ക് പോയാൽ മതി അല്ലേ? അത് തമാശല്ല. ആഗ്രഹത്തിന്, അത്യാഗ്രഹത്തിന്, അതിമോഹത്തിന് ആദം സന്തതികളുടെ മനസ്സിൽ ഇപ്പോഴെന്തില്ല, ഒരു കുറവില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ആദമ അദിയാലിഹി യതമന്നാ അൻ യകൂന ലഹു സാലിസാ. ഇബ്രാഹിം എന്ന ആദമിന്റെ മക്കൾക്ക് 2 സ്വർണ്ണമല അല്ലാഹു തആല ഓരോരുത്തർക്ക് കൊടുത്താലും റാഹത്തല്ലേ പള്ള നടന്നു ചോദിച്ചാൽ അവൻ പറയും എന്ത്? 3 ഒന്നും കൂടി ഉണ്ടായിരുന്നു, എത്ര നന്നായിരുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വായടപ്പൻ മറുപടി ഉണ്ട്. എന്തായോ? വലാ തർഫഉ ഇബ്നു ആദമ ഇല്ല തുറാബ്. ആദമിന്റെ മക്കളുടെ ഈ അത്യാഗ്രഹത്തിന് അതിരില്ലല്ലോ, അവന്റെ വായിൽ മണ്ണ് വന്ന് വീഴുന്നത് വരെ. എന്നാൽ തലകെട്ടി അല്ലേ, മുകളിൽ മഞ്ഞ് വെച്ച് 3 കഷ്ടത്തിലും 5 കഷ്ടത്തിലും പൊതിഞ്ഞ് അങ്ങനെ കൊണ്ടേറ്റ് വെള്ളത്തിൽ ചെല്ലി കബറക്കണ്ട് എത്തിയാലും തീരൂല, കല്ല് വെച്ചാലും തീരൂല. മനുഷ്യന്മാര് അവസാനം ഒരു 3 പൊടി ആ മണ്ണിനെ മേലക്ക് വാരിടും. അതിന് വേണ്ട തൊള്ളാറ് പള്ളമാറി അത്യാഗ്രഹം. അള്ളാഹു അത്തരക്കാരെ ആളുകൾ നമ്മളൊക്കെ രക്ഷപ്പെടുത്തിട്ട് അപ്പോൾ അത് ഞങ്ങൾ വായിച്ചു. അതിന് വലിയ പ്രശ്നമാണ്, ശുർക്കിൽപ്പെട്ടതാണ്. ദുനിയാവില്ലെങ്കിൽ, നല്ലൊരു ജോലിയില്ലെങ്കിൽ, എൻ്റെ കയ്യിൽ നോട്ടുകെട്ടില്ലെങ്കിൽ, ആഭരണങ്ങളില്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ 10 പൈസയുടെ വിലയില്ല എന്ന് നമ്മൾ വിശ്വാസം ഉണ്ടായിട്ടോ ഇല്ലാതെ പറഞ്ഞാൽ ഷഹാദയിൽ 2ാമത് ചെല്ലണമെന്ന് ആലോചിച്ചാൽ ദിർഹമിനെയും ദീനാറിനെയും റബ്ബായി കാണുന്നവർ അവരുടെ ശിർക്കിനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഓൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഓൻ്റെ റബ്ബാര അവരുടെ പഠിച്ചവനാരാ? ദീനാറ് ദിർഹം ചിക്കിലിയാണ്. അത് ഉണ്ടെങ്കിൽ നിലവില്, ഇല്ലെങ്കിലോ 10ന്റെ വിലല്ല. കദറിനെതിരാണ് വാക്ക്, ശിർക്കാണ്. അല്ലാഹു തൗഫീഖ്. അതാണ് സഹോദരങ്ങളെ, ശിർക്ക് എന്ന പാപം നമ്മൾ വിചാരിച്ചത് അമ്പർത്തങ്ങളെ കാക്കണേ, ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ, നക്ഷത്രങ്ങളെ, കബറുകളെ, കല്ലുകളെ, മറ്റൊക്കെ കാക്കണേ, രക്ഷിക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ശിർക്ക് അല്ലേ? പിന്നെ നേർച്ച കൊടുക്കുക, ഉറൂസിന് പോവുക, മദരികൾ ചോടുന്ന, അതൊക്കെയാണ് ശിർക്ക്. കുലുക്കെട്ടുക, ഐക്കലിട്ടുക, തകിടും എഴുതുക, വൈദ്യം, ഇതൊക്കെയാണ് ശിർക്ക് അല്ലേ? ശരിയാണ്, ഭയങ്കര ശിർക്കാണ്. അത് മാത്രമല്ല ശിർക്ക്. ശിർക്ക് എന്ന് പറയുന്ന വൻപാപത്തെ കുറിച്ച് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു തന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാന്റെ ഖദറിനെതിരെ പറയൽ. ആ ഖദറിനെതിരെ കാലത്തിന്റെ, ദേശത്തിന്റെ, ചില മൃഗങ്ങളുടെ, പക്ഷികളുടെ, സമയങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞ് ശകുനം വെക്കൽ, അത് അത്തിയർത്തു ശിർക്കുൻ, ശിർക്കാണ്. അപ്പൊ അതൊക്കെ കണിയാന്മാർക്കും പഠിക്കന്മാർക്കും അല്ല, അത് വലിയ ചെറുക്കാർക്ക് പോണത് മാത്രമല്ല, അല്ല നമ്മുടെ അടുത്തൊക്കെ എല്ലാ തരത്തിലുള്ള ശകുന ശിർക്കുകൾ. നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി നമ്മൾ അവിടെ എത്തിയപ്പോൾ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സംഗതി ബസ് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കച്ചവടം എടുക്കാൻ പറ്റിയ സ്ഥലം അതിൻ്റെ വക്കോളെത്തി, അതിനൊക്കെ എന്നിട്ട് പിന്നെ മുടങ്ങി. അപ്പം നമ്മൾ പറഞ്ഞ വർത്താനം എന്താ, നിങ്ങൾ
2 ദിവസം മുമ്പ് വിട്ടുകണമെങ്കിൽ, കുറച്ച് നേരത്തെ ഇറങ്ങിയിരിക്കണമെങ്കിൽ, അല്ലേ? അത് അന്ന് നമ്മളെ ആ ഒരു കൂടിയാലെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഹൈർ ഷർറുകളെ നമ്മൾ ചില അസ്ബാബുകളിലേക്ക് തവക്കുലാക്കി, അതിനെ കതറാക്കി, അതിനെ ശകുനം നോക്കി നമ്മൾ പറയാൻ തുടങ്ങി. അതും ഷിർക്കാണ്. അപ്പോൾ ഷിർക്ക് എന്നത് ഉൾപ്പലിച്ചു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, വിശ്വാസങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് ഹരിച്ചു വരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സദാ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ദുആ, അത് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ മനസ്സിൽ തങ്ങേണ്ട ചില പോയിന്റുകൾ കൂടെ കിട്ടണം എന്ന് ആഗ്രഹിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് പരലോകത്തെ കുറിച്ച് പാടി ബെയ്ത്ത് പോലെ അങ്ങനെയാണ് പോകാം. ചിലപ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളാ പഴയ വയലിൽ ആ സ്റ്റേജിലേക്ക് എത്തുന്നില്ലല്ലേ, അല്ലേ? ഇൻഷാല്ലാ എത്തും, വേണ്ട. അല്ലാഹു തൗഫീഖ് ചെയ്ത് അതൊക്കെ നമുക്ക് കുറച്ച് ആരംഭത്തിലൊക്കെ പാടണം, ഒക്കെ ആവശ്യമാണ്, എല്ലാം പാടണം, അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദുആ അത് നമുക്ക് പഠിക്കണം. പല ദുആയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അടിസ്ഥാനപരമായ ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക മാ ലാ അഅലം വഅസ്തഗ്ഫിറുക മാ ലാ അഅലം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി ഞാൻ നിന്നോടിതാ രക്ഷ തേടുകയാണ്. അഊദു ബിക രക്ഷ തേടുകയാണ്. എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? അൻ ഉശ്രിക ബിക മാ ലാ അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്നും, ശിർക്ക് വൻപാപമാണെന്നും നരകം ശാശ്വതമാകുന്ന പാപമാണെന്നും സ്വർഗം ഹറാമാക്കപ്പെടുന്ന പാപമാണെന്നും ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ മുഴുവനും ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ആഖിറത്തിൽ കിട്ടാത്ത വിധം ചോർന്നു പോകുന്നതാണ് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. അത് നമുക്ക് ആർക്കും പറയുന്നില്ലല്ലോ, ഉറപ്പല്ലേ? ആണ്. എങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ശിർക്ക് വരാൻ പാടില്ല. നാം അറിയാതെ പല കൗലില്, നഫ്സിലെ ചില ചിന്തകളിൽ, അതുപോലെ കഥാകഥകളുടെ എതിരായ വാചകങ്ങളിൽ, ശകുനവുമായി ബന്ധപ്പെട്ട തീരത്തുകളിൽ ഒക്കെ എത്ര വാക്കുകൾ നമുക്ക് ദിനേന ശിർക്ക് വന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ദുആകൾ ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക മാ ലാ അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹു ദുആ ചെയ്യാം, അറിഞ്ഞുകൊണ്ട് പറയാതെയും എൻ്റെ ജീവിതത്തിൽ ശിർക്ക്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കണം. അത് നമ്മൾ ചിന്തിക്കണം. തൗഹീദും ശിർക്കും ഈ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അല്ലാതെ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ കേട്ട് പരിചയിച്ച് തഴമ്പിച്ച ഒരു വിഷയമാണ്, നമ്മളോടല്ല. അതിനെ തഴമ്പിച്ച് തൗഹീദിന്റെ ബഹറിൽ മുങ്ങിക്കുളിച്ച മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട, കിബാർ സ്വഹാബയിൽപ്പെട്ട സ്വർഗാവകാശിയായ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറയുന്നത് എന്ത്? ഉറുമരിച്ചു വരുന്ന പോലെ ശിർക്കരിച്ചു വരും അബൂബക്കറെ സൂക്ഷിക്കണം. അപ്പോഴാണ് ചോദിച്ചത്, നബിയെ ഈ തൗഹീദിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് ഇതിനു വേണ്ടി അഹോരാത്ര പണിയെടുക്കണ ഈ തൗഹീദ് ഇവിടെ പ്രസ്ഥാനം ഉണ്ടാക്കി ഞാൻ പിന്നെ ശിർക്കിനെ ഭയപ്പെടണം? എന്തെങ്കിലും പറയുന്നത്? ശിർക്കൊന്നും നമ്മൾ പേടിക്കണ്ട, മുജാഹിദുകൾക്ക് എന്ത് ശിർക്കിനെ പേടിക്കാനാ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് ആൾക്കാരും വലിയ മുജാഹിദായ ആരും നമ്മളാവില്ലല്ലോ, അല്ലേ? 1-ാം നമ്പർ മുജാഹിദ് ആവില്ലല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് വിനയത്തോട് ചോദിച്ചെന്താരോ, നബി അങ്ങനെ വല്ല അന്നും അറിയാതെയും ശിർക്കെങ്ങാനും വരികയാണെങ്കിൽ എന്താ ഞങ്ങൾ കാട്ടേണ്ടി? അപ്പോഴാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത് ദുആ. അപ്പോൾ പിന്നെ നമ്മളത് പഠിക്കണം വേണ്ടതില്ലെങ്കിൽ നമുക്ക് സമ്പാദം നടത്തേണ്ടി വരും, ആണോ? പിന്നെ ആവശ്യമില്ലല്ലോ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് കിട്ടട്ടെ. ഇന്നത്തെ വൈജ്ഞാനിക ക്ലാസ് കഴിയുമ്പോൾ എന്ത് കിട്ടിയെന്ന് വീട്ടിൽ കിടക്കുന്ന രോഗികൾ ചോദിക്കും. വരാത്തോൽ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെല്ലാം എന്താ പറയുക ഒന്ന് ഉറക്കനെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു ലേണിംഗ് ക്ലാസ് കുടുംബത്തേക്ക് കിട്ടാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ, ഞാൻ അവരെ പഠിപ്പിക്കല്ല. ഞാൻ വളരെ വലിയ മാന്യമായി നമ്മളെ തിരുമീതാക്കുക വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ആത്മാർത്ഥത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ ഈ ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ വേറെ ഒന്ന് വിട്ടാൽ എന്ത് വിടരുന്നില്ല. ഇനി വിടുമോ?
ഇല്ല. അപ്പോൾ എല്ലാ നിസ്കാരത്തിൻ്റെ അവസാനങ്ങളിലോ ദുആകളിലോ നമുക്ക് നിരന്തരം ദുആ ചെയ്യേണ്ട പല ദുആകളിൽ ഒന്നാണ് ഈ ശിർക്ക് അറിഞ്ഞു മറിയാതെ വെറുതെ ദുആ ചെയ്യാം. അപ്പോൾ പ്രാർത്ഥിക്കണം. ഞാനൊക്കെ അത് നല്ലോണം പ്രാർത്ഥിക്കേണ്ട ഒരാളാണ്, വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് കാലങ്ങൾ ആ രൂപത്തിൽ ചില നിഗൂഢതയിലൂടെ ഞാൻ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു പുറത്തിട്ട് അള്ളാഹു എല്ലാവർക്കും പുറത്തോട്ടെ, എല്ലാവർക്കും വിവേകം കൊടുക്കട്ടെ, ഹിദായത്തിൽ അള്ളാഹു പ്രധാനം നൽകുമാറാകട്ടെ. നമ്മളാരും കുറ്റം പറയില്ല. മുമ്പിൽ പരലോക സംബന്ധമായ ചർച്ചകളാണ്, ചില ചിന്തകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് മടങ്ങുക. മൂപ്പർക്ക് സെയ്ദിനൊക്കെ വിട്ട് ശിർക്കും തൗഹീദായോ വിഷയം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പോവുകയാണ്. അപ്പോൾ എന്താ നമ്മൾ തുടങ്ങിയത്? 5 കാര്യങ്ങളെ അമിതമായി സ്നേഹിക്കുകയും 5 കാര്യങ്ങൾ മനുഷ്യർ മറന്നു കളയുകയും ചെയ്യുന്നു. ജീവിതത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും മരണത്തെ മറന്നു കളയുകയും ചെയ്യുന്നു. സത്യമല്ലേ? ഇപ്പൊ മലക്കുമോത്ത് വന്നാൽ പോകാൻ റെഡിയാണ്. ഞാൻ ധൈര്യത്തിൽ പറയാൻ എനിക്ക് പറ്റുമോ? നമുക്ക് റെഡിയാണോ? ഇല്ല, റെഡിയല്ല. നമുക്ക് ബേജാറാണ് അല്ലേ? അപ്പൊ നമ്മൾക്ക് ഈ ന്യൂനത ഉണ്ടോ? ഈ പറഞ്ഞ ഒന്നിനെ നമ്മൾ പെട്ടോ? ഈലപ്പെട്ടത് മരണത്തെ അങ്ങേയറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്തെ സ്നേഹിച്ചോ? അതല്ല, പരലോകത്തെ മറന്ന് മരണത്തെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചോ? ഈ രണ്ടാമത്തെന്താ? يحبون الخمس ويحبون الحياة وينسون الممات يحبون القصور وينسون القبور يحبون القصور. മണിമാളികളെ മനുഷ്യൻ അങ്ങേയറ്റം സ്നേഹിച്ചു. വീടാകുന്ന കൊട്ടാരങ്ങൾ അത് എങ്ങനെ വലുതാക്കണം എന്നാണ്. 2 വണ്ടി നിർത്തിടാനേ കഴിയുള്ളൂ. മുന്നിൽ 5 വണ്ടിയെങ്കിലും മട്ടത്തിൽ നിർത്തിയിരുന്നു. എന്നാൽ 5 വണ്ടിക്ക് ഓട്ടാൻ മാത്രം ആളുണ്ടവൻ എൻ്റെ പേരിൽ അതില്ല. അവിടെ ആകെ പേരക്കുട്ടികളും മറ്റവർക്ക് അവിടെ പടിയാണ്. ഓർക്ക് ബൈക്കുണ്ട്, എപ്പോഴെങ്കിലും കാർ എടുക്കുള്ളൂ. ബാക്കി 4 എന്തിനാ? കടക്കട്ട 4. അങ്ങനെ ചിന്തിക്കുന്ന എത്ര ദിനാടിയന്മാരുണ്ട്, അഭിനവ ഹാവന്മാരുണ്ട്. അള്ളാഹു അത്തരത്തിലൊന്നും പെടുത്താതിരിക്കട്ടെ എല്ലാ സമ്പന്നതയുള്ള ആളുകളെയും. എല്ലാവർക്കും വിനയം അല്ലേ? അപ്പൊ ഇവിടെ മണിസൗധങ്ങളെ വീടുകൾ പെരുമ നടിക്കുന്ന കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന് സംഭവിച്ചു എന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും പണ്ടത്തെ ഇറാഖിലേക്കൊക്കെ പോണോ? ഇവിടെ തന്നെ നമ്മൾ കാണില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഖബറാകുന്ന വീടിനെ മറന്നു കളയുക. യഥാർത്ഥ വീട് ഏതാ? ഖബറാണ്. ആണല്ലേ? ആണ്. അതിനെ മറന്നു കളയുക. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൽമാ വിട്ട് നീ കരയേണ്ടതാ. മേലക്ക് പകരം മാനവാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. ഖബറാകുന്ന ഭവനത്തിൽ പക്ഷേ ഇവിടെ സയ്യിദ് മഖ്ദൂം പറയാണ് മണിസൗധങ്ങളെ മനുഷ്യർ സ്നേഹിച്ചു, ഖബറാകുന്ന വീടിനെ അവൻ മറന്നു. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആത്മാവിൽ മാത്രം പറയാം. മൂന്നാമതായി സയ്യിദ് മഖ്ദൂം പറഞ്ഞു യഹ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ്. യഹ്ബൂനൽ മാല, സമ്പത്തിനെ അങ്ങേയറ്റം മനുഷ്യൻ ചെയ്തു ഇഷ്ടപ്പെട്ടു. യഹ്ബൂനൽ മാല, സമ്പത്തിനെ അവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. വയൻസൗനൽ ഹിസാബ്, അതിനെക്കുറിച്ചുള്ള വിചാരണ അവൻ മറന്നു കളഞ്ഞു. ഗൾഫിലേക്ക് പോകുന്ന മകനോട് ഉപദേശം കൊടുക്കുന്നു ആര്? പാപ്പ. മോനെ, വിസന്റെ പൈസ കടാൻ കിട്ടി, ടിക്കറ്റിന്റെ പൈസ കടാൻ, എന്നെ എയർപോർട്ടിൽ ഇപ്പൊ കൊണ്ടുപോയി വീട്ടിലെ ജീപ്പിന്റെ പൈസ അത് വരെ കടാൻ. കയറി പോണ കുട്ടിക്ക് കൊടുക്കുന്ന സന്ദേശം ഫുൾ കടാൻ. എൻ്റെ കുട്ടിക്ക് ആയി നാസാക്കരുത്, വേണ്ട അയച്ചുകൊണ്ട്. ആ സാധുവിന്റെ വിചാരം എന്താ? അവിടെ എത്തിയാൽ മരത്തുമ്പോൾ നേരെ പറിക്കണ മാതിരി റിയാദികളെ അവിടെയൊക്കെ കുനിക്കാതെ റൂമ് പോയി വെക്കേണ്ടി, ഈശ്വരിക്കാർ റൂമ് പോയി വെക്കേണ്ടി, തിരക്കാണിക്കാർ റൂം പോയി വെക്കേണ്ടി,
വന്നിട്ട് 8-9 മാസമായിട്ട് പണിയില്ലാതെ അവിടുന്ന് കൊണ്ട് ഒപ്പിച്ച് അങ്ങനെ മെസ്സേജും കൊടുത്ത് ജോലി അന്വേഷിച്ച് നടക്കുന്ന എത്ര പാവങ്ങളുണ്ട് ഉമ്മാനെ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്തോ കായ അയക്കാത്ത വാപ്പ, അല്ല കായ ഉണ്ടായിട്ട് അയക്കാത്ത പൊരുത്തക്കെട്ട മക്കളെ വേറെ കിട്ടാം. അത് വലിയ അക്രമമാണ്. അവർക്ക് മര്യാദക്ക് മരിച്ചു പോകാൻ പറ്റില്ല, വേറെ വിഷയം. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് വാപ്പാരോട് മറ്റതുണ്ട്, ഒരാക്കിവത്തന്നെ മോശം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതല്ല പറഞ്ഞത്. മകന് പോകുമ്പോൾ പറഞ്ഞു എന്താ ഒരുമ്പാറ്റിൽ കറാണ് മക്കളെ കായ് കേൾക്കുന്നത് വേണ്ട അയച്ചുകൊണ്ട് ഈ മകൻ പിന്നെ അവിടെ പോയി ജോലി കിട്ടിയാൽ പൈസ വലിച്ചല്ലേ, അവനെ പറ്റിക്കുമല്ലേ, പറഞ്ഞ പോയി കാര്യം ഉണ്ടാക്കാൻ നോക്കുമല്ലേ. ആരാ കാര്യക്കാരൻ, ആരാ കാരണക്കാരൻ, ആരാ അതിന് ഉപദേശപ്പെടുത്തോല്? ഹൃദയത്തിൽ ഒരു പേടിച്ചിട്ടല്ല, വൈകിട്ടെന്ന് ചോദിച്ചിട്ടല്ല. നമ്മളെ പ്രാരാബ്ദം അങ്ങനല്ല പറയേണ്ടത്. കുട്ടികൾ ഗൾഫ് പോവുകയാണ്, ഇസ്ലാമിലേക്ക് ബന്ധപ്പെടണം. സുബഹിക്ക് പള്ളി പോകാൻ പറ്റുന്ന ടൈമാണ് കുട്ടി ജമാഅത്തിനുള്ള പരിസരത്തെ പള്ളിക്ക് പോകണം. അറബി ചിലപ്പോൾ കല്ലെന്നെ ഏൽപ്പിച്ച് പോകും. ക്യാഷേ ഉറുപ്പ്യ ആക്കരുത്, പറഞ്ഞ മാർഗത്തിൽ എൻ്റെ കുട്ടി ഉറുപ്പ്യ ആക്കരുത്. ഇങ്ങനെ പറഞ്ഞ മാതാപിതാക്കളുണ്ടോ സഹോദരങ്ങൾ? സ്വന്തം നെഞ്ചിൽ കൈ വെച്ച് തൂക്കി. ചിലവരെ ഹൃദയത്തെ കൂടെ കൊള്ളിമാനം പോയി. അതെ സംഗതി എൻ്റെ കുട്ടി ഫസ്റ്റ് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, മറന്നല്ലോ. എന്നാൽ മറ്റേ പറഞ്ഞു, അത് പറഞ്ഞിട്ടില്ല. പഠിച്ചിട്ട് വീട്ടിലെ വാക്കുകൾ അത് പറഞ്ഞില്ല. ചിന്ത പറയണ്ടേ പറഞ്ഞിട്ടില്ല. എന്നിട്ടും കേടറെ അടക്കുന്ന മക്കൾ അൽഹംദുലില്ലാഹ് ഇതായതിൻ്റെ ആൾക്ക് ധൈര്യമാണ്. ഞാൻ എന്നും വിചാരിക്കും, ഞാൻ എൻ്റെ ഒരു കാലയാത്ര ഞാൻ പറയുകയാണ്, ഞാൻ റൂട്ട് മാറി സഞ്ചരിച്ച വ്യക്തിയാണ്. എൻ്റെ ഉമ്മയും എൻ്റെ രക്തബന്ധുക്കളും എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. എന്നാൽ അറിയാത്ത ദുആകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ഈ പ്രദേശത്തുള്ള പല ഉമ്മമാരും പോലും എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ ഹിദായത്തിലാകാൻ സാധിച്ചതാണ് ഞാൻ. അതായത് കുടുംബത്തിൽ ജനിച്ചു വീണിട്ട് പിന്നീട് വീണ്ടും ആ തറവാട്ടിലേക്ക് മാതൃസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ ഒരു തൗഫീഖ് കിട്ടിയതാണ്. ഞാൻ അതൊരു കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം എന്തായാലും ധാർമ്മികതയാണ്, പ്രലോഭ സംബന്ധമാണ്. കൈ കക്കരുത്, പിടിക്കരുത്, മറിക്കരുതൊന്നുമാണ്. അതാ എൻ്റെ മകൻ വീട്ടിലേക്ക് അയച്ചു തരുന്ന കൊണ്ടുവരുന്ന ഈ നോട്ടുകെട്ടുകൾ അവൻ്റെ റൂട്ടിൽ അവൻ്റെ ഭാര്യ അത് വാങ്ങി വെക്കുമ്പോൾ അത് കാണുന്ന അമ്മയൊക്കെ ചോദിച്ചിട്ടുള്ള കുട്ടികൾ ഈ കായകൾ എവിടെ ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കുന്നത്? ആദം സന്തതികളുടെ കാൽപാദം അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് ഒരു കഥവ് എടുത്തു വെക്കാൻ നമുക്ക് അവസരം കൊടുക്കൂല. മറ്റൊരാൾ ചവിട്ടണമെങ്കിൽ 4 കാര്യങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? സമ്പത്തിനെ കുറിച്ചാണ് ചോദ്യം. എവിടുന്നാണോ അത് സമ്പാദിച്ചത്, എവിടെ കൊടുത്തത്, വിനിയോഗിച്ച മാർഗവും ചെലവഴിച്ച മാർഗവും ഹലാലും തൊയ്യുമല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ പോയി നിൽക്കേണ്ടി വരും. ആത്മാവിന് പുക കൊടുക്കുന്ന പല മനുഷ്യന്മാരുണ്ട്. ദത്താഭൂലിങ്ങനെ ആത്മാവിന് പുക കൊടുക്കണ്ട അല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് അത് വേദനിക്കണ്ട. അതിൻ്റെ ഒരു പച്ചമലയാളം പറഞ്ഞാൽ ക്ലിയറാവും. പുകവലിക്ക വീടിയിരിക്കുന്നവര് ഇന്നും വെച്ചില്ല. അടക്കയുടെ കൂടെ പോലെ കയറ്റാഞ്ഞാൽ സുഖം പോരാത്തവർ വർഷങ്ങളായി ഇത് കയറ്റിയാണ്. അഹ്ലുസുന്നൽ ജമാഅയുടെ സലഫി പണ്ഡിതന്മാർ പറഞ്ഞ ഫത്വയും അതിൻ്റെ ഒക്കുമൊക്കെ ഒന്ന് നോക്കുക. ഇവിടുന്ന് ഞാൻ ഒരു കപ്പ് കള്ള് കുടിച്ചാൽ അത് എനിക്ക് മാത്രം അതിൻ്റെ സീനം മാറ്റി. എന്നെ ഞാൻ ഇവിടുന്ന് പുക വലിച്ചാലോ ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും എന്തുണ്ട്? അതങ്ങനെ അല്ല മൗലവി എന്ന് പറഞ്ഞിട്ട് ബുഹാരിയിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്കറിയാം ശാസ്ത്രം വ്യക്തമായ സത്യമാണ്. സിഗരറ്റിന്റെ കൂടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ബാസ് പറയുന്നു, ഈ മദ്യപാനത്തെക്കാൾ ഷർറ് മൂന്നെണ്ണം ഈ പുകവലിക്കുണ്ട്. അപ്പൊ കള്ളുകുടിയേക്കാൾ വലിയ തെറ്റ് എന്ന് പറയല്ല, അവർക്ക് വലിയ ഷർറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിർത്തേണ്ടതെന്ന് അത്തരക്കാരായ ഇവിടെ ഉണ്ടിച്ചിട്ടല്ല പറയുന്നത്. നമ്മളെ മക്കളോ വേറെ മക്കളോ വേറെ ആരെയൊക്കെ ഒരു പറഞ്ഞു കൊടുക്കാമല്ലോ. ഇതെല്ലാം ഇങ്ങൾക്ക് ആരെയും അത്തരത്തിൽ ചാവല്യം ആരും കൊച്ചടിക്ക് നന്നാവില്ല. ചിലപ്പോൾ 25 കൊല്ലം കുത്തുപത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ക്ലാസ് കഴിക്കാൻ ഇന്ന് വന്ന് ഞാൻ മരിച്ചൂല എന്ന് പറയുന്നത്. അങ്ങനെ ഇറങ്ങുന്നില്ല, വലിയ ഹൈറാണ്.
പല സ്ത്രീകളും ആഗ്രഹിക്കുന്നു അല്ലേ, പള്ളിയിലേക്ക് ഉള്ളിൽ നിന്ന് വരാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മുടെ പള്ളിക്ക് വരാതിരിക്കട്ടെ. എന്ത് കാരണം? അവിടെ ഇറങ്ങുന്ന മലക്കുകൾക്ക് ആ വാസന അസ്വസ്ഥമാണ്. അവൻ നമ്മളെ പോലത്തെ ഏതെങ്കിലും ഒരുത്തൻ ഉള്ളിൽ നീണ്ട എണ്ണം വിട്ട് പള്ളിക്കുള്ളിൽ കയറി പ്രത്യേകിച്ച് ഏസില്ല പള്ളിക്കൂടിയാണെങ്കിൽ അവിടെ ഉള്ള മലയക്കത്തൊക്കെ പാഞ്ഞിച്ചിലാവും. എങ്കിൽ പിന്നെ ഈ സിഗരറ്റും പോരി കൂട്ടി ചമച്ച് കയറ്റുന്ന നമ്മൾ എത്ര തൊള്ള ശുദ്ധിയാക്കിയാലും മലായിക്കത്തുകളുടെ മൂക്കിന് മുമ്പിൽ നിങ്ങൾക്ക് നല്ല കാഴ്ച വെക്കാൻ പറ്റില്ല. നിർത്തിക്കൂടെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്കാളി. അത് തീരുമാനിച്ചാൽ റമദാൻ 1 മുതൽ എങ്ങനെയായാലും ഈ ചുംബന സമരം ഇല്ലല്ലോ ഉണ്ടാവും. അതാണ് ചുംബന സമരം. നോമ്പൊക്കെ തുറന്നാൽ വലിച്ച ചുംബന സമരം ആ വള്ളാനെ കുറിച്ച് വള്ളാമോ ചെല്ല. പിന്നെ സുന്നത്തസ്കാരത്തിന് മുന്നേ ഇതൊന്നും കയറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളല്ലേ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ 1 മാസം പകലിൽ എവിടെ വന്ന ചുംബന സമരം എവിടെ പോയി? എൻ്റെ ആത്മാവത്തിൽ കൊടുക്കാൻ പറ്റാതെ അവൻ ഖുശൂ നമുക്കുണ്ട്, ഭയഭക്തിയുണ്ട്, കുറച്ചുകൂടെ പേടിയുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു തോന്നൽ എന്നാലും കുറച്ചോ അതിൻ്റെ പേരൊന്നും നിങ്ങളീ പറഞ്ഞ മാതിരി നമ്മൾ സെറ്റിക്കൂല. അങ്ങനെ ചെയ്താൽ നമുക്ക് ദുർബോധം ഇട്ടെന്ന് നമ്മളിപ്പോഴും ആ തിരുന്നുകൾ. അപ്പോൾ ഒരാൾക്ക് ഷർറുണ്ടാക്കുക, ശരീരത്തെ ആത്മഹത്യയിലേക്ക് എത്തിക്കുക, പണം പൂർത്തടിക്കുക. ഈ 3 തിന്മയും എന്തിലുണ്ട്? ഷർറിലുണ്ട്. ഷർറിലുണ്ട്, തിന്മയുടെ വിശ്വാസമല്ല, ഷർറിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മാര് എവിടെ പോയി എന്നുള്ള ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നമ്മൾ പറയുന്നത്. സഹോദരിമാരെ സഹോദരങ്ങളെ ഒക്കെ അത് ചിന്തിക്കുക. നമ്മളെ ജീവിതത്തിൽ ഞാൻ എന്നോട് പറയട്ടോ, തിന്മകൾ പ്രായങ്ങൾ ഹലാലിൽ തന്നെ എത്ര ദൂർത്തുകളുണ്ട്, അനുവദിച്ചതിൽ തന്നെ എത്ര ദൂർത്തുകളാണ് നമുക്കുള്ളത് അല്ലേ? ഈ സൂറത്ത് ആയത്തറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഇതിന്റെ അർത്ഥം എന്താ? ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവമുണ്ട് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ. ഇതേപോലെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ ആയത്തിന്റെ അർത്ഥം പ്രശ്നമല്ല. വീടിന് ഉമ്മർത്ത് മാഷാ അല്ലാഹ് എഴുതിയപ്പോ, വീട്ടിൽ വണ്ടിയിൽ എഴുതിയപ്പോ ആയത്തിൽ യൂസ് ആദാമിൻ ഫദ്ലി റബ്ബി, ഓ ഇതിന്റെ പഠിച്ചോന്റെ ഔദാര്യാണ്. അതിനോട് തന്നെ എഴുതിയാണ്. സിനിമ കാണും, മ്യൂസിക് കേൾക്കും, പാട്ടുകളും എല്ലാ കാലത്തിന്റെ വേഷവിധാനങ്ങളും യാത്രയും ചെയ്യും മുസ്ലിം സമുദായം തന്നെ. അള്ളാഹു അത്രക്കാലം നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. ഒരാൾ ആയത്തെ എഴുതിച്ച വണ്ടി തന്നെ എതിര് ചെയ്യുക. അപ്പൊ എന്തിനാ അതൊക്കെ അലങ്കാരമാണ്? ഇപ്പൊ ചിഹ്നങ്ങളിൽ മാത്രമാണ് മനുഷ്യന്റെ ഈമാനൊക്കെ നിലക്കുന്നത്. നമ്മളങ്ങനെ അല്ല കേട്ടോ. മനുഷ്യന്മാരെ കൺസെപ്റ്റ് പറയാം, അതിന് നമ്മൾ പടർന്നതായി പറയുന്നത്. നമ്മളങ്ങനെ അല്ല. മാഷാ അല്ലാഹ് ബോധമുള്ളതുകൊണ്ട് നമ്മളോട് അത്രയും അറിഞ്ഞിട്ടുള്ളത്. ഈ വരൂല, നമ്മളെ കുട്ടികൾ വരില്ല. പക്ഷെ തവക്കുല് മത്തായി എന്നിൽ വരവേൽപ്പിക്കൂ, അവൻ വിജയിച്ചു മത്തായി. അപ്പൊ നമ്മൾ പറയാം അച്ചായന്റെ പേരാണ് അല്ലേ? മുഹമ്മദ് സ്റ്റിക്കർ കണ്ട ഓം നമ ശിവായ. അപ്പൊ നമ്മൾ പറയാം ഹിന്ദുവിന്റെ പേരുണ്ട്. തവക്കൽത്തു അലല്ലാഹ് നമ്മളെ ജാതിന്റെ പേരാണ്. 3 ചിഹ്നം മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥത്തിൽ ജീവിതമില്ല. എന്താ കാരണം? സമ്പത്ത് മനുഷ്യൻ നശിപ്പിച്ചു. ആദ്യത്തെ മക്കൾ പറയുകയാണ് എന്റെ ധനം, എന്റെ ധനം. അവന്റെ ധനത്തിൽ നിന്ന് 3 മാത്രമേ അവന്റെ ഉള്ളൂ. എന്താ പറയുന്നത്? ആദമിന്റെ മക്കൾ ഇങ്ങനെ വിലപിക്കുന്നു, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്. യഥാർത്ഥത്തിൽ അവന്റെ ധനത്തിൽ നിന്ന് അവന്റെ 3 മാത്രമേ അവന്റെ അടുത്തുള്ളൂ. അവൻ തിന്ന് തീർത്ത അവന്റെ ദ്രവിപ്പിച്ച് പുറത്തേക്ക് വിട്ട ആ വേസ്റ്റ് അവൻ ഉപയോഗിച്ചത് ചണ്ടിയാണ്, അവന്റെ ചണ്ടിയാണ്. പിന്നെയോ അവൻ ധരിച്ച് ദ്രവിച്ചു പോയ കുപ്പായങ്ങൾ അവൻ നമ്മൾ ഉപയോഗിച്ച ചണ്ടിയാണ്. 3ാമത്തെ ആളുടെ ചണ്ടിയിൽ ഉൾപ്പെടുത്തിയില്ല. കൊടുത്ത് ശേഖരിച്ചത് പള്ളിക്ക് 5000 രൂപ കൊടുത്താൽ നമ്മളെന്താ പറയാ, കിട്ടിയതാണ് പോയിന്നാണോ? നമ്മൾ സക്കാലത്ത് എന്താ പറയുന്നത്? 5000 രൂപ പോയി എന്ന് പോയി. അത് ചങ്ങായ തൊക്കിൽ മറ്റേറ്റ് വന്ന് പോയി.
അങ്ങനെ നമ്മൾ മനസ്സ് തട്ടിയില്ലെങ്കിൽ പറയലുണ്ടാവും. അള്ളാഹു പുറത്തേറ്റ് കിട്ടിയത് കൊടുത്ത് ശേഖരിച്ചു. കണ്ടോ, മറ്റൊക്കെ നമ്മൾ ചണ്ടയൊക്കെ തുപ്പിയതാണ്, ഭക്ഷണം വസ്തുവൊക്കെ. എന്നിട്ട് അതിന് വേണ്ടി കരയും. ആദവന്റെ മകൻ സുലസം പറയും. എന്നാൽ അവൻ ഉമ്മരപ്പടിയാണ് വിട്ടുപോയാലോ ബാക്കി പോയവ അതിൻ്റെ അകലുകാർക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്ന സമ്പത്തിന് വേണ്ടി വിലപിക്കുന്ന മനുഷ്യന്മാർ. സമ്പത്തിന് അങ്ങേയറ്റം സ്നേഹിക്കുകയും അതിനെക്കുറിച്ചുള്ള ഹിസാബ് മറന്നു കളയുകയും ചെയ്തൊരു ജനത. നാലാമതായ പണ്ഡിതൻ പറഞ്ഞു, സൃഷ്ടാവായ റബ്ബിനെ മറന്നു കളഞ്ഞു, സൃഷ്ടികളെ അങ്ങേയറ്റം സ്നേഹിച്ചു. അല്ലേ? ആലോചിച്ചു. മഞ്ചേരി കോടതിയിൽ ഒരു കേസ് തീരുമാനമാകാതെ വെച്ച് വേണ്ടപ്പെട്ടവർ, വക്കീലുമാർ, അതിനനുസരിച്ചൊക്കെ വാദിക്കുന്നവർ കേസ് വെറുതെ കളയാൻ പറ്റിയില്ല. ജഡ്ജിക്ക് തീരുമാനമാക്കാൻ പറ്റാത്ത പ്രതിസന്ധി വന്നപ്പോൾ ജഡ്ജി വിധിച്ചു എന്ത്, ഈ ഇരു കുടുംബവും എന്ത് ചെയ്യുക, പൊന്നാനി മക്കാമിലൊന്ന് പോയിട്ട് കിളിക്കട്ട ജാറത്തിൽ പോയിട്ട് അവിടുത്തെ സത്യക്കാരെ പിടിച്ചിട്ട് ഒന്ന് സത്യം ചെയ്താൽ മതി, ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ കട്ടിട്ടില്ല. വലിയ തുക മോഷ്ടിച്ച മഞ്ചേരി കോടതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത്. വെറുതെ പറയല്ല. ആ ടീം വക്കീലിൻ്റെ കൂടെ യാത്ര പോവുകയാണ്. ആ കുടുംബം, രണ്ട് കുടുംബം കേസ് കൊടുത്താൽ വാദി പതിയും പോവാണ്. ആ വാഹനം പകുതി എത്തിയപ്പോൾ പറഞ്ഞു, ഏത് പൊതുവനായി കയറിയിട്ടില്ല, ഔലിയാക്കന്മാരുടെ മക്കാമിൻ്റെ ഖബർ കെട്ടിപ്പൊക്കിയതിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ മുട്ട് വറക്കാൻ തുടങ്ങി. ഓൻ പറഞ്ഞു, വണ്ടി തിരിച്ചു വിട്ടാൽ എടുത്തേ നമ്മൾ തന്നെയാണ്. ഇതാണ് സൃഷ്ടാവായ റബ്ബിനെ വിളിച്ചിട്ട് കോടതി കയറിയിട്ട് എന്താ പറയാ, വല്ലാഹി എന്താ പറയാ, സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി. അതിൻ്റെ മലയാളം ഇംഗ്ലീഷൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇല്ലേ? എന്നിട്ട് ഇവിടെ പൊന്നാനിന്ന് തീരുമാനമാകാത്ത കേസ് പൊന്നാനി ജാറത്തിൻ്റെ അപ്പുറത്തെത്തിയപ്പോൾ കിഴിക്കട്ട ജാറത്തിലെങ്ങാനും പോയി ഈ നമുക്ക് കയറി കുടിച്ചാൽ ഓന് ചോര കയറ്റി നോക്കുന്ന അവൻ്റെ വിചാരം. പോയക്കാരൻ ആ കൗമിനെ നമ്മൾ രക്ഷപ്പെടുത്തി പോകുന്നത്. മഹാനായ ഏറ്റവും അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് പറയുന്നത് കുറ്റാവില്ല. എനിക്ക് ഓർമ്മ, ഞാൻ മരിക്കണേ മുമ്പ് പറഞ്ഞ സംഗതിയാണ്. ഒരു സമ്മേളനത്തിൽ QHLSൻ്റെ സമ്മേളനമാണ്, അല്ലേ? QHLSൻ്റെ സമ്മേളനം കോഴിക്കോട് വെച്ച്. ആ സമ്മേളനത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി മർഹൂം അദ്ദേഹം പറയുകയാണെന്ന്, 100 കൊല്ലം ഈ മഹത്തായ ആദർശം ഈ രൂപത്തിലുള്ള കെട്ടുകഥകളിൽ നിന്ന്, ഉമ്മാമക്കഥകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടകൂട് ഏർപ്പാടൊന്നും ഈ സമുദായത്തെ കൊണ്ടുവന്ന് നവോത്ഥാനത്തിൻ്റെ ഉദ്ധാരണം എത്തിച്ച പ്രസ്ഥാനമാണ്. അപ്പോൾ കോണിമ കൂടെ കയറി കിണറ്റിൽ വീണെടുത്തനെ താങ്ങിപ്പിടിച്ച ചെങ്ങായിനെ വലിച്ചു കൊണ്ടുവന്ന് ഓ സ്റ്റെപ്പ് കയറി മേലക്കെത്തിയപ്പോൾ ഇപ്പം എല്ലാവരും കൂടി കണ്ടാണ്ട് അയക്കൊക്കേണ്ട ചാട്ടം ഈ വാഹനം ചെയ്ത പണിയാണ്. ഈ പണിയാണ് ഇപ്പം നമ്മളെ ആദർശ പ്രസ്ഥാനത്തിൽ വന്നുള്ള പരീക്ഷകളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ നമ്മളെ തവക്കുലി, നമ്മളെ ബോധം, അത് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇത് അല്ലാഹുവാണ് നമ്മുടെ വലിയ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അടിമക്ക് അല്ലാഹു പറയുന്ന ചോദ്യത്തിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൽ നസീർ. നമ്മൾ വേറെ ഒന്നുമില്ല, ജാറകളില്ല, തങ്ങന്മാരില്ല, ആൽത്തറകളില്ല, മണ്ഡപങ്ങളില്ല, ശ്രീകോമ്പലുകളില്ല, മക്ബറകളില്ല, ജാറങ്ങളില്ല, ജിന്നില്ല, ശൈത്താനില്ല, മഹായിക്കത്തുകളില്ല, നക്ഷത്രങ്ങളില്ല, ഒന്നുമില്ല. അല്ലാഹു തആലയിൽ ഒന്നിനെയും പങ്കുചേർക്കാനില്ല. 100% തൗഹീദ്. അത് കിട്ടിയ മാതിരി നടഞ്ഞ് മരിക്കാൻ തൗഫീഖ്. എന്ത് വേണം? അല്ലാഹു തആല മാത്രമാണ് നമ്മൾ കൽബിൽ. റദീതു ബില്ലാഹി റബ്ബൻ وبالإسلام دينا وبمحمد صلى الله عليه وسلم رسول الله. അല്ലാഹുവിൻ്റെ മതമായി ഇസ്ലാമിനെ ദീനായി ഉൾക്കൊള്ളാൻ കഴിയാം. എല്ലാത്തിനെയും പടച്ചു പരിപാലിക്കുന്ന ആകാശഭൂമികളുടെ റബ്ബിനെ, പ്രപഞ്ചത്തിൻ്റെ റബ്ബിനെ, അണ്ടകടാഹങ്ങളുടെ അള്ളാനെ റബ്ബായി കാണാൻ തൗഫീഖ് കിട്ടുക. അത് എത്തിച്ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കുക.
ഒരു ഇഞ്ച് പോലും അതിരി കിടക്കാതെ ഒന്നിനെ നിഷേധിക്കാതെ മധ്യമ നിലപാടിൽ നിൽക്കുക. ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന തൗഫീഖ് അതാ വേണ്ടത്. അല്ലാഹു പറഞ്ഞു അത്. പക്ഷേ ആളുകൾ അങ്ങനെയല്ല. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا به أشد حبا لله. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ രക്ഷാധികാരികളാക്കുന്ന സഹായം തേടിയ ശിർക്കല്ല എന്ന് പറയുന്ന പങ്കു ചേർക്കുന്ന ആവശ്യം ശിർക്കൻ വിശ്വാസങ്ങൾ ഇത് ഹൃദയത്തിൽ വെക്കുന്ന ആളുകൾ അവർ അള്ളാഹനെ പേടിക്കുന്നത് പോലെ, അള്ളാഹനെ സ്നേഹിക്കുന്നത് പോലെ, അള്ളാഹിന്റെ ഗുണഘോഷം പ്രതീക്ഷിക്കുന്നത് പോലെ അവർ ഈ പറഞ്ഞ അള്ളാഹിന്റെ സൃഷ്ടികളിൽ നിന്ന് പേടിക്കണം. അതാണ് ആ പൊന്നാനി എലിക്കട്ട ജാറത്തിന്റെ കയറിന്റെ എടുത്തതിന് മുമ്പ് മറ്റുള്ള കാൽമുട്ട് വച്ചത്. നമ്മൾ കാൽമുട്ട് വറക്കുവോ? ഇല്ല. പടപ്പുകൾ നമുക്ക് രക്ഷയ്ക്കില്ല. നമ്മുടെ കഴിവുകൾ എവിടെ അവസാനിക്കുന്നുവോ, മനുഷ്യരുടെ കഴിവുകൾ എവിടെ അസ്തമിക്കുന്നുവോ, അവിടെ നിന്ന് ഹൃദയത്തിങ്കൽ നിന്ന് ഉയരുന്ന അഗാധമായ വെടിക്കാണ് അൽ ഇസ്തിഗാസ എന്ന് പറയാ, ദുആ എന്ന് പറയാ, സഹായപ്രാർത്ഥന എന്ന് പറയാ. അത് അല്ലാഹ്ക്ക് മാത്രം, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ കർമ്മത്തിൽ ശിർക്ക് വന്നു, കൊടുത്താൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അഖീദയിൽ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. രണ്ടിൽ ശിർക്ക് വന്നാൽ ഒരുപോലെ തന്നെയാണ്. മുരീദിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്നത് പോലെ തന്നെയാണ് മുരീദിയെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ ഇസ്തിഗാസ ചെയ്താൽ അത് ശിർക്കല്ല. ഞാൻ ഇസ്തിഗാസ ചെയ്തില്ല, ശിർക്കല്ല എന്ന് പറഞ്ഞാലും അത് ശിർക്ക് തന്നെയാണ്. ഇതുപോലെ ഓരോന്നും അങ്ങനെ തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരക്കാരെ ആളുകളെ പറ്റി അന്ന് പറയാം, ഒന്നിനാസി ഹിന്ദുവില്ല. എന്താണ് അള്ളാഹ്ക്ക് അന്താതെ കാണുന്നവർ അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പോലെ സ്നേഹിക്കും, അള്ളാഹനെ പേടിക്കുന്ന പോലെ പോലെ പേടിക്കും. എന്നാൽ നന്ദിയായി നമുക്ക് അങ്ങനെ പറ്റുമോ? തൊട്ട് താഴെ അള്ളാഹ് പറയുന്നു, എന്നാൽ നിലപാടുള്ളവർ യഥാർത്ഥ ആളുകൾ അള്ളാഹുവിനോട് കഠിനമായ ഹുബ്ബുള്ള ആൾക്കാരാണ്. എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുക, സൃഷ്ടികളെ നടന്ന് കളയാം. അതായത് നമുക്ക് വേണ്ടി എന്നത്തെ മറക്കാനല്ല. അള്ളാഹിനേക്കാൾ ശ്രേഷ്ഠത പ്രാധാന്യ സൃഷ്ടികൾക്കില്ല. അല്ലോ ഇല്ല. 9-ാമത്തെ ആയം സൂറത്ത് തൗബ 24-ാമത്തെ ആയത്ത് ഈ സന്ദർഭത്തിൽ ഓതി നോക്കി. നമ്മൾ 9-ാമത്തെ ആയം സൂറത്ത് തൗബ 24-ാമത്തെ ആയത്ത് നമുക്ക് ഓതി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് തിരിയുമ്പോൾ നമുക്ക് 2 ഇൽമ് കിട്ടാൻ പോകണം ഇൻഷാ അല്ലാഹ്. ഒന്നെന്താണ്? ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞോളി. അറിഞ്ഞോളൊന്ന് പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. അവർക്ക് എന്താണ് പറഞ്ഞോളി. ഒന്നെന്തായാലും നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അവിടെ പറഞ്ഞതിൻ്റെ അനുബന്ധം തന്നെയാണ് നമ്മൾ അപ്പോഴും പറഞ്ഞത്, പ്രാധാന്യത്തിലൂടെ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ദുആ പറഞ്ഞില്ലേ? പറഞ്ഞോ? പറഞ്ഞ് ആ ദുആ മറക്കുമോ? മറന്നവരുടെ ഒന്ന് ആപ്പിൽ അടിച്ചു നോക്കുക, അറിവുകൾ അടിച്ചു നോക്കുക, ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുണ്ടല്ലോ ചോദിക്കുക. എന്നാൽ 9-ാമത്തെ സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, കേട്ടോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദാ വ മസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദുൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വളരെ അത്ഭുതകരമായ, പഠിക്കേണ്ട, ചിന്തിക്കേണ്ട, നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയത്തിന്റെ ഖുലാസയാണ് ഈ ആയത്ത്. ഞാൻ ആമത്തൊരു വിഷയം പറഞ്ഞ് അവസാനിച്ചു. 2-ാം പാട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇപ്പോൾ നേരം കൊടുക്കണുണ്ടാവോ? ബേജാറാക്കണ്ട, ഇപ്പൊ നിർത്തും. പക്ഷെ ആയതിന്റെ അർത്ഥം നമ്മൾ കേൾക്കാൻ പഠിക്കുക. എന്താണ്? അല്ലാഹു തആല പറയാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കൂ വിശ്വാസികളോട്,
അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും ആ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും, ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടുള്ള ഖിത്താൽ എന്ന ജിഹാദ്, അത് ഇസ്ലാമിലെ ജിഹാദിന്റെ 70ാമത്തെ ഭാഗമാണ് ഖിത്താൽ. അതുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ജിഹാദ് എന്താ? മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിനർത്ഥം വാളെടുക്കുന്നതെന്നാ ആണോ? പിന്നെ അന്യമതക്കാരുടെ തലവെട്ടുമെന്നാണ് മുജാഹിദ് എന്ന പേര് ആണോ? അല്ല. എന്താണ്? ദേഹേച്ഛയോട് പോരാടുന്നത്. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുത്തുകൊണ്ടും ശരീരം കൊടുത്തുകൊണ്ടും പോരാടുന്ന മുജാഹിദും പേരിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന മുജാഹിദും ഒരുപോലാവില്ല. അപ്പൊ 924 ഉണ്ടാക്കിയ മുജാഹിദ് സ്ഥാനത്തിനെ പറ്റി 1650 പറഞ്ഞ ഖുറാനുണ്ടാവും? ഇല്ല. അബദ്ധങ്ങൾ പൊട്ടത്തരം പറയുമ്പോഴല്ല. നീ മുജാഹിദ് അല്ല, നമ്മളെ മുജാഹിദ് അല്ല ഈ പറഞ്ഞത്. അല്ല പറഞ്ഞ മുജാഹിദ എന്ത് അള്ളാന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും കൊടുക്കുന്ന പോലെ ഇസ്ലാം ദീനിനെ നെഞ്ചിലേറ്റിയ ദേഹേച്ഛകളെ റബ്ബിന്റെ മാർഗത്തിലേക്ക് മടക്കിയെടുത്ത ഏറ്റവും വലിയ ജിഹാദ്, സ്വന്തം ദേഹേച്ഛകളുടെ പോരാട്ടം. അങ്ങനെ ആ മാർഗത്തിൽ അള്ളാഹിനെക്കാളും അള്ളാഹ് റസൂലിനെക്കാളും ആ മാർഗത്തിലുള്ള ഈ പറഞ്ഞ ജീവിതത്തെക്കാളും നിങ്ങൾക്ക് പ്രിയം നിങ്ങളെ മാതാപിതാക്കളാണോ, നിങ്ങളെ ഭാര്യയാണോ, നിങ്ങളുടെ സന്താനങ്ങളാണോ, നിങ്ങളുടെ സഹോദര സഹോദരിമാരാണോ, നിങ്ങളുടെ സമ്പത്താണോ, നിങ്ങളുടെ കച്ചവടമാണോ, നിങ്ങളുടെ കുടുംബമാണോ? 8 കാര്യം അല്ല ചോദിക്കുകയാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ പ്രാധാന്യം ഈ പറഞ്ഞതാണെങ്കിൽ പറഞ്ഞ പോലെ ഈ 5 കാര്യത്തിൽ 5 കാര്യത്തിലാണ് പ്രാധാന്യമെങ്കിൽ അള്ളാന്റെ ശിക്ഷ നിങ്ങളുടെ മൂർത്താവിൽ വന്നു വീഴുന്നതിന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അധർമ്മകാരികളായ ആളുകൾ നിർവഹിക്കുന്നില്ല. ഇവിടെ അള്ള ഫാസിക്ക് എന്ന് പറഞ്ഞാൽ ആരെയാണ് നിങ്ങൾ പറഞ്ഞു? കണ്ടുപിടിച്ചോനാണോ? ആണോ? വിചരിച്ചോനാണോ? ആണോ? പിടിച്ചുപറിക്കാരനാണോ? അല്ല. അവിടെ ബാപ്പാനും ഇമ്മാനെയും പങ്കന്മാരെയും ആങ്ങളിലും ഏട്ടനും അഞ്ചനും സ്വന്തം മക്കളെയും സമ്പത്ത് കച്ചവടത്തിനേക്കാവോ ഒക്കെ അതിന് പ്രാധാന്യം അള്ളാഹ് അള്ളാഹ് റസൂലിനെക്കാളും ആദ്യത്തെ ജീവിതത്തിൽ അതിന് പ്രാധാന്യം കൊടുത്താൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യണോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ വിഷയത്തിൻ്റെ ഖുലാസയാണ്, ദുനിയാവ് എന്താ? നൈമിഷികമാണ്. ചത്ത ആട്ടിൻകുട്ടിയെ പോലെയാണ്, ജീർണിച്ചത് ആർക്കും വേണ്ട. അതുകൊണ്ട് ഈ നശിച്ചു പോകുന്ന ദുനിയാവിന് 1ാം സ്ഥാനവും ആഖിറത്തിന് 2ാം സ്ഥാനവും കൊടുത്താൽ നമ്മൾ എവിടെ എത്തും? നാളെ മഹ്ശറിൽ എവിടെ എത്തും? വിചാരണ ഞാൻ എവിടെ എത്തും? കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ ഞാൻ ആമുഖത്തിൽ പാടിയ പാട്ടെന്താ? എന്താണ്? നരകത്തെ പറ്റിയാണ് അല്ലേ? നരകം ഭയാനകരമാണ്. നരകം മതി കഠിന കടോരമാണ്. അല്ലാഹ് ചോദിക്കാൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ നരകാഗ്നി അവരുടെ മുഖത്തുള്ള മാംസങ്ങളെ കിഴിച്ച് താഴേക്കെടുക്കും, ഒടുക്കിക്കളയും, കരിച്ചു കളയും. അവരിൽ പല്ലിച്ചവരെ പോലെ ആയിരിക്കും. പല്ലിരിച്ച് നിൽക്കുക. മൗലവി അത് എങ്ങനെ ഇരിക്കും നിന്നോട് ചോദിക്കല്ല. നമുക്ക് പറഞ്ഞാൽ നരകത്തിൽ ഒരു മനുഷ്യന്റെ കണ്ണുമൂറും മുഴുവനും ഇറച്ചി തോലൊക്കെ പോയിട്ട് അസ്ഥികുടമായി വലിച്ചു നിൽക്കൽ എങ്ങനെ ഇല്ല. ഒരു ചെറിയ ഉപമ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വെള്ളിയാഴ്ച 1:30 കഴിഞ്ഞു പോയി. അറവശാലയിൽ പെണ്ണുങ്ങൾ വന്ന് നോക്കാം, ഇറച്ചിയാകാനല്ല, ഇത് പോത്തന്നെയാണെന്ന് അറിയാനും വേണ്ടിയിട്ട് തൂക്കിയിടുന്ന പോലെ തന്നെ വെക്കുന്ന ഒരു കൊമ്പുണ്ട്. അവിടെ എന്ത് നല്ല 2 കൊമ്പ് മാത്രം, അത് കട്ട് ചെയ്യില്ല, തലകുത്തി ചോര കലർന്ന് ഇളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ തിരികെ പ്ലഗ് ചെയ്ത് മുഖത്ത് വർണ്ണവർണ്ണ വസ്തുക്കളൊക്കെ തേച്ച് മിനുക്കി അത് തന്നെ ഭർത്താവിന് മുന്നിൽ മാത്രം കാണിച്ചു കൊടുക്കേണ്ട സൗന്ദര്യത്തെ പുറത്തിറങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, എന്റെ സഹോദരിമാരെ, പ്രിയമുള്ള മുഅ്മിനാത്തുകളെ, ഈ തേച്ചുമിനുക്കിയ തോലുണ്ടല്ലോ, ഇത് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കരിഞ്ഞു പോകുവാനുള്ളതാണ്. അങ്ങനെ മുഖത്തെ അല്ലാഹു പറയുന്നു,
അതിനെ കരിച്ചു കളഞ്ഞിട്ട് അതിലവര് പല്ലുവിച്ചവരായി കൊണ്ടിരിക്കും. ഓരോ പുരുഷന്മാർ സ്ത്രീകളൊക്കെ ചിന്തിക്കുക, അല്ലാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയത് എന്റെ ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ടോ, ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ലഭിക്കാനുള്ളത് നരകം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തോ സുഖമാണ് നിന്നിലേ. നരകമാർക്ക് കിട്ടിയിട്ട് ഇവിടെ കുറച്ച് വെച്ചിട്ട് എന്താണ് അല്ലേ? 42 ഗണം മുഴം തൊലിക്കൊള്ളതാ തൊലിക്കട്ടി ഉഹുദോളം സാമ്യമുള്ളതാ. തൊലിക്കട്ടിയും പല്ലും തേച്ചയും ശരീരവും ഉഹുദുമലയേക്കാളും വലുപ്പമുണ്ടാവുന്നതാണ്. ഈ ചൂടേറിയ നരകത്തിൽ വന്നിരുന്ന ശരീരമായി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മാറുന്നതിന് വേണ്ടി നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്താൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് 9-ാമത്തെ സൂറത്ത് തൗബ 24-ാമത്തെ ആയത്തിലുള്ള തല പറയുന്നത്, എല്ലാറ്റിനേക്കാളും നമുക്ക് പ്രിയങ്കരം അല്ലാഹുവും അവന്റെ റസൂലും ആ മാർഗത്തിലുള്ള ഇസ്ലാമിക ജീവിതവുമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയത്തിന്റെ അവസാനിപ്പിക്കുമ്പോഴുള്ള ഭാഗത്തേക്ക് കിടക്കുകയാണ്. അഥവാ മരണം എന്ന കവാടത്തിലൂടെ ശാശ്വതമായ പരലോക ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യന്മാര്, ഞാൻ ഈ ഒന്നാം പാർട്ടായി പറഞ്ഞ ദുനിയാവിൻ്റെ പിന്നിലാണോ നമ്മുടെ ഊർജവും സമയവും സമ്പത്തും ആരോഗ്യവും നാം ചെലവഴിക്കേണ്ടത്? അതിൻ്റെ അർത്ഥത്തിന് വേണ്ടി തീരെ മെനക്കെടണ്ട. തസ്ബീഹ്മാലെടുത്ത് ആ ദിക്റെല്ലാം മെഷീൻ കൊടുത്ത് ഒരു മുസല്ലി എടുത്ത് നിസ്കാരപ്പാലിരുന്ന് പള്ളിയിൽ നിന്ന് നീച്ചാൽ അങ്ങനെ ഇരിക്കണം ആണോ? അവിടെ അങ്ങനെ പറഞ്ഞവിടെ ഇല്ലല്ലോ. നമുക്ക് എല്ലാ മേഖലയിലേക്കും ശക്തി പോകാം. അപ്പോൾ മനോഹര ശ്യാമങ്ങളുടെ പൊന്നുമോട് അല്ലേ മാഷാ അതങ്ങൾ കണ്ടില്ലേ, മനോരമ ചാനലിന് അഭിമുഖം കൊടുത്തപ്പോൾ 1 മണിക്കൂർ ഇത് സംസാരിച്ചത് ഫ്ലുവൻ്റ് ഇംഗ്ലീഷിലാണ്. അതിനകത്ത് എല്ലാവരും മുല്ലക്കും ഇങ്ങനെ മുഖം കാണിച്ച് പോയി സംസാരിക്കണം എന്ന് പറയാനപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങനെ വ്യാഖ്യാനിക്കുക. നവോത്ഥാന കെട്ടിപ്പടുത്ത ഇരുട്ടുകളിൽ നിന്ന് മുഴുവനും ഈ സ്ത്രീ സമൂഹത്തെ ഉദ്ദീപിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് ഇസ്ലാം പ്രസ്ഥാനം അല്ലേ. പണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ വേഷം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, നമുക്കൊക്കെ 50 വയസ്സായിട്ടുള്ളൂ അല്ലേ. ഒരു പെൺകുപ്പായം, പിന്നെ ഒരു പാവാട, അടിപ്പാവാട ഇടാൻ പാടില്ല. പണ്ടത്തെ ആൾക്കാർ ചോദിച്ചോണ്ടി അടിവസ്ത്രം പോലും ധരിക്കാൻ പാടില്ല അല്ലേ. എന്നിട്ട് ഈ രൂപത്തിൽ ശരീരത്തിൻ്റെ മാറ് മറക്കാനുള്ള ഒരു മഫ്ത ഇറങ്ങിയപ്പോൾ അതിൻ്റെ പേര് ഒരു സലഫി മഫ്താന്ന്. എങ്ങനെ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ സലഫി മഫ്ത വന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഇഷ്ടം കാണിച്ചു കൊടുത്താണ് അല്ലേ. ടിപ്പു സുൽത്താൻ മാറ് മറക്കാൻ അവകാശം വർഗത്തിന് വാങ്ങിക്കൊടുത്ത ചരിത്രം വൈകാരികമായി അവതരിപ്പിച്ചിരുന്ന അതേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാലഘട്ടത്തിൽ തന്നെ ഇരുട്ടിലേക്ക് നയിച്ചിരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പാവാട പറ്റൂല, സാരിയും തെറ്റാണെന്നുള്ള നിലയാണോ ഇതെല്ലാം? കേവലമന്യ മതത്തേരുടെ വാദഗതിയാണോ? ക്രിസ്ത്യൻ കന്യക പെണ്ണുങ്ങൾ ബുർഖ ധരിച്ചത് കൊണ്ടാണോ? അല്ലെങ്കിൽ നർത്തകിമാരിന്ന് മുറുപടത്തെ എതിർത്തത് കൊണ്ടാണോ? കടകണ്ടത്തുള്ള രണ്ടും കാണാനുതകുന്ന ഒരു കണ്ട തുണിയാണ് ഇവർക്ക്. അടിമുണ്ടുടുക്കാനും പാടില്ലെന്നാണെങ്കിൽ വല്ലാത്ത ചോറാണേ. ദത്തപ്പം മൗലവിദിന്റെ അടിയിൽ കൂടെ നവോത്ഥാനത്തിന് ഒരു യാത്ര എന്ന് തോന്നി നിങ്ങൾക്ക്? ഇത് ഈ മൊയ്തു പോലെ എന്ന ഇസ്ലാമിക സ്ഥാനക്കാരനാണ്. 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എഴുതിയൊരു പുസ്തകമുണ്ട്, ദുരാചാരവർദ്ധനവ്. ആ പുസ്തകത്തിലുള്ള ഒരു പാട്ടാണ്. എന്നൊരു പരിഷ്കാരി പാടിയതാണ് മുസ്ലിം സമുദായത്തിന്റെ വേഷവിധാനം കണ്ടിട്ട്. ആളുകളുടെ വേഷം ഉണ്ടായിരുന്നു എന്താ? കന്നിപ്രാക്കരണ ഇവരോട് വെച്ചാറിയ കയ്യുള്ള വലിയാണ് ഇല്ലേ. പിന്നെന്താ ഉണ്ടാകല്? ഒരു കള്ളിത്തുണ്ട്, ഒരു കള്ളിത്തുണി, പിന്നെ അരപ്പട്ട, പിന്നെ ഒരു തലയിലത്തെ ഒരു വെറ്റിലമുറുക്കും, ഒരു മുട്ടത്തലി. നാടകങ്ങളിൽ വരെ വേഷവിധാനമായ ഒരു കാലത്ത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ
എഴുതിയില്ലേ, വിറക് വെട്ടികളും വെള്ളം കോരികളുമായിരുന്നു ഉമ്മത്ത് മുസ്ലിം എന്ന് ആ രൂപത്തിൽ പറയുന്ന രൂപത്തിൽ അല്ലേ അധസ്ഥിത വർഗമായി ഈ സമുദായത്തെ കുറിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് അഭിമാനമാണ്ട നമ്മളാണ് കൊണ്ടുവന്നത് ഈ സമുദായത്തെ അല്ലേ. ഒരു കാലത്തുമില്ല അറിവാണ് കാലം വരാനത്തിന്റെ വിത്തുപാകിയ കോലം ജഹന്നമിന്റെ ആഖിറിലെ മീമ മദ്രസയുടെ ആദ്യവും ജഹന്നമ. പണ്ടത്തെ അല്ലുഷാദ് പത്രത്തിൽ അടിച്ചു വന്ന അറുപമലയാള പാട്ടായി പാടി. ഇവരോട് ചോദിച്ചാൽ ഇതൊക്കെ നമുക്കറിയില്ല, നമുക്ക് കാരണന്മാരോട് ചോദിച്ചു പഠിച്ചതായിരുന്നു. നമ്മളൊക്കെ ഒരു 35-40 കൊല്ലം അപ്പുറത്തൊക്കെ യാത്ര ചെയ്യണം എല്ലാ കാര്യത്തിലും. തൗഹീദിന്റെ വിഷയങ്ങളിലും അവതാരത്തിന്റെ വിഷയത്തിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. എന്നാലും ഏറ്റവും കാലം വളരെ ഫിറ്റാ. ഒരു 100 കൊല്ലത്തേക്കൊന്ന് പിറകോട്ട് പോകണം. നമ്മൾ നന്നാകും, ഒരു സംശയവുമുണ്ട്. ആ സ്വാത്വികന്മാർ ജീവിച്ച ആ പാതയിലേക്ക് നമുക്ക് പോകണ്ടേ, വേണ്ടേ? അവരെന്ന് വിരിച്ചു തന്ന ഈ ഗ്രീൻ ചാനലിലൂടെ ഈ ശീതള പാനീയം കുടിക്കുന്ന പോലെ ഈ സുലഭമായ ലാഭത്തിന്റെ മേഖലയിലൂടെ ഒരു പ്രയാസമില്ലാതെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ വൈകിട്ടില്ല ഉണ്ടോ? ഒരിക്കലും വിചാരിക്കണ്ട. എന്നും ജാഗരൂകരാണ് ആദർശത്തിന്റെ വിഷയത്തിൽ. അല്ലാഹു മരണം വരെ നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മരണം എന്നത് പരലോകത്തേക്കുള്ള യാത്രയിൽ ഒന്നാമത്തെ കവാടാണ്. ആ മരണത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിന്റെ ശേഷം പറഞ്ഞൊരു ഹദീസുണ്ട്. ആ ഹദീസ് ഏതാണ്? ആ ഹദീസ് സുനൻ ഇബ്നു മാജ റഹിമഹുല്ലാഹ് 4259 ഹദീസ്. കേട്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, فجاء رجل من الأنصار فأسلم على النبي صلى الله عليه وسلم. അൻസാരിയിൽപ്പെട്ട ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന നബിയെ വിളിച്ച് സലാം ചൊല്ലി. എന്നിട്ട് റസൂലുള്ളാഹി സലാം മടക്കി. ശേഷം സ്വഹാബി ചോദിച്ചു, അയ്യുൽ മുഅ്മിനുൽ ഖിയാസ്, നബിയെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ്, നബിയെ ബുദ്ധിയുള്ളവരാരാണ്? എന്നിട്ട് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ Q7 കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ബുദ്ധിരാക്ഷസന്മാരാരാണെന്നല്ലേ. അത് ആയിട്ടാണോ പോലും ചോദിച്ചിട്ടുണ്ട്. ഈ ChatGPT ഈ ഗമനിയൊക്കെ ഉണ്ടല്ലോ, ഇന്റർനെറ്റോട് എന്ത് ചോദിച്ചാലും കിട്ടില്ല. അതൊക്കെ ആ സഹാബത്തിന്റെ കാലത്ത് തന്നെ ഇരുമണ്ട്. നമ്മളായിരിക്കും ഓലി ആ 16-ാം നൂറ്റാണ്ടിൽ ആ എണ്ണ യുഗത്തിൽ ഇങ്ങനെ ആ കണ്ണും കുടിച്ച് അതിൻ്റെ സമുദായത്തിന് 4 കാലം ഇറങ്ങിയ ആയത്താ അല്ല. സമ്പന്നരായിരുന്നു ഇൽമിന്റെ കാര്യത്തിൽ. ആ കാലഘട്ടത്തിൽ ബുദ്ധിയുള്ള സഹാബത്തെ ചോദിക്കുക, എന്ത് അയ്യുൽ ഖിയാസ്, ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ആരാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാമത്തിൽ ഓതിയ ഹദീസാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തോടുകൂടി ഏർപ്പെട്ടു പോകുന്ന യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള മരണമെന്ന കവാടത്തെ ധാരാളമായി ഓർക്കുന്നവൻ. കഴിഞ്ഞില്ല, ആ യാത്രക്ക് വേണ്ടിയുള്ള കൃത്യമായ വിശ്വാസ കർമാചാര അനുഷ്ഠാനങ്ങൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഒരുക്കി വെക്കുന്നവൻ, അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ വെക്കുന്നവൻ, അവരാകുന്നു സഹാബ ബുദ്ധിമാൻ. ഏറ്റവും വലിയ ബുദ്ധിയാരാ? ആരാ? ChatGPTനോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഈ പറഞ്ഞോ ആണോ? A² B² ആണോ? അതിന്റെ അർത്ഥത്തിലൊന്നും വരില്ലാതാ അല്ല. അതൊക്കെ വേണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ അനുയായികളെക്കാൾ ഒരു പന്തി ഇംഗ്ലീഷ് മീഡിയവും അല്ലേ എല്ലാ നിലക്കുള്ള ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്ന, കൊളോക്കിയൻ സ്പാനിഷ് ലാംഗ്വേജുകൾ വരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ സമസ്തക്കുണ്ടായി. ഇതൊക്കെ ആരാ വഴി കാട്ടിക്കൊടുത്ത്? ആരാ കാട്ടിക്കൊടുത്ത്? ഇസ്ലാമിക പ്രസ്ഥാനമല്ലേ, നമ്മളല്ലേ, ആണോ അല്ലേ? ഈ മൊയ്തുവലിയുടെ ദുരാചാര വർദ്ധനം എന്ന പുസ്തകത്തിൽ വീണ്ടും പോയി കണ്ണിക ഓർമ്മപ്പെട്ടപ്പോൾ വായിക്കുകയാണ്. അദ്ദേഹം പറയുകയാണെങ്കിൽ പൊന്നാനി അങ്ങാടി കൂടെ തലയിൽ ഇതേപോലെ മുടി വെച്ചിട്ട് അങ്ങനെ അമ്മക്ക് വെക്കുന്ന പോലെ മുടി
വെച്ച് പോയിട്ട് പേര് ചീന കോഴിമുട്ടോട് മണ്ടത്തല കയറിയിട്ടുണ്ട്. എന്താ അന്ന് മുടി വളർത്താൻ അധികാരം കൊടുക്കുന്ന പുരോഹിതന്മാർ ആഴ്ചയിൽ മുട്ടടിക്കണം. 2 ആഴ്ചയിൽ ഒരിക്കൽ മുട്ടടിച്ചെങ്കിൽ പള്ളിക്ക് കേട്ടൂല. ദർശനമൊക്കെ ഫുള്ള് മുട്ടത്തലയാണ്. ഇന്നൊക്കെ ഈ തരിക കവത്തി ഇറങ്ങണ മൂലിയറിട്ടികളെ തലൻ്റെ ഉള്ളിൽ മുളക്കണ രോമത്തിന് പോലും സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്താരാ? ആരാ? ഇസ്ലാം പ്രസ്ഥാനമാണ്. എന്നിട്ടാണ് ആ തലമുടി വെച്ച് നമ്മളെ കളിയാക്കണേ. പെണ്ണ് പള്ളി പോകാൻ പാടില്ല, വഹാബിയാൻ ഉണ്ടാക്കിയാണ് ആയതാവ് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞതാ. സഹാബത്തിന്റെ ഭാര്യമാര് പോയതാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പോയതാ. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതാ. ഈ ഇസ്ലാമിന്റെ ലോകത്ത് 3 പരിശുദ്ധമാക്കപ്പെട്ട ഹറമുകളിലും ഉള്ളതാണ്. അല്ലേ? എന്നിട്ട് അത് അജ്ജനും പറക്കും പോണത് 1,50,000 കൂലിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മുടക്കി റൂമിൽ നിസ്കരിക്കുന്ന എത്ര അമീർമാർ കൊണ്ടുപോയി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ മുനപ്പറയിലങ്ങളുടെ കുട്ടി വളരെ സന്തോഷകരമായ നർഗീസ് ആ അവലോകനത്തിൽ അനുഭവം കൊടുത്തപ്പോൾ പറഞ്ഞു, സ്ത്രീകളുടെ ഈ പള്ളിയിൽ പോകുന്ന ഇസ്ലാമിലുണ്ട്. അതിവിടെ ഒരു പച്ചം ആൾക്കാർ പൗരോഹിത്യത്തിന് ചെങ്ങലക്കെട്ടാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ സമസ്ത പ്രസ്ഥാനത്തിന്റെ ഫത്വയാണതൊക്കെ. അതിന് കണക്കലാണ് ആ കുട്ടി കത്തിവെച്ചത് എന്നൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ അങ്ങനെ ആയിപ്പോയി പോയി. പണ്ഡിതന്മാർ ഇറങ്ങി തിരിച്ചു മുനപ്പറയിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ തിരുത്തിയത് എന്തിനതിൻ്റെ ആവശ്യം? പോലെന്നതാ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ വഹാബി കുട്ടികളാണ്. നല്ല കഥ. ആഴ്ചക്കാഴ്ചക്ക് ചുമക്ക് കാറിൽ ഫറൂഖും പിന്നെ രാമനാട്ടക്കൊക്കെ കുത്തുബക്കോളം കുടുംബമുണ്ട്. പാലക്കാട് തറവാട് കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമുക്കത് അഭിമാനമാണ്. മറ്റവർക്കത് കേൾക്കുമ്പോൾ രോമം നീച്ചിക്കും ബേജാറൊക്കെ ഉണ്ടാവും അല്ലേ? എന്തിനാ സഹോദരങ്ങളെ? രാഷ്ട്രീയമായിട്ടും അഭിമാനമാണ് നമുക്ക്, ആദർശമായിട്ട് അഭിമാനം. കാരണം എന്താ? നമ്മൾ തൊടുത്തുവിട്ട നവോത്ഥാനത്തിൻ്റെ 2 കാറ്റും ഇവരുടെയൊക്കെ അടുക്കളകളെ തരികിത്തലോടി പോയി എന്ന് പറഞ്ഞാൽ അത് വലിയ സ്ഥാനമല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ സ്വാത്തികൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കുന്നതാണ്, വെറുതെ കിട്ടിയതല്ല. ചീന പോയിക്കൊണ്ട് ഏറി കിട്ടി, മുടി 4 ഭാഗം വെട്ടി, അതിൻ്റെ നടുവിലൊരു ചട്ടി, ഇബ്ലീസിന്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി. പണ്ട് മൂലയന്മാര് മുടി വളർത്തി വഹാബികളെ നോക്കി പാടിയ പാട്ടാ. ഇന്ന് എവിടെ എത്തി? അവരുടെ വിഷയത്ത് മാത്രമല്ല സഹോദരങ്ങളെ, അവസാനിക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രൂപത്തിൽ സ്വാത്വികന്മാരിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങിയതൊക്കെ ക്ലിയറാവും. എന്താ ഞാൻ പറയാൻ കാരണം, നമ്മളെ ഏറ്റവും വലിയ സ്വാത്വികന്മാർ, നമ്മളിപ്പോൾ എണ്ണിയ സ്വാത്വികന്മാരാണ് ഇതൊക്കെ. 1920-21 കാലഘട്ടങ്ങളിൽ 19 മലബാർ മുസ്ലിം സമുദായത്തിലേക്ക് എത്തി. സയ്യിദ് സലാഹുല്ലാഹ് മക്തി തങ്ങൾ, പക്കം അബ്ദുൽ ഖാദർ മൗലവി, ഈ മൊയ്ത് മൗലവി, അവിടെ അങ്ങോട്ട് പോയിട്ട് സയ്യിദ് അഹമ്മദ് റസർ ഹിന്ദി, അവിടെ അങ്ങോട്ട് ഇവിടെ തയ്യാറായി എത്തുന്ന ആ അവധാന കാലച്ചകൾ അതൊക്കെ ഒക്കെയാണ്. അതിലൂടെ അള്ളാഹു തൗഫീഖ് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഈ ഹിദായത്ത് ഇത് നഷ്ടപ്പെട്ട് നമ്മൾ നിരത്തി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ലൊരു യാത്ര കൊണ്ട് കിട്ടണം. നല്ലൊരു യാത്ര നമ്മൾ കിട്ടണം. അതിൻ്റെ സ്വഹാബത്തിന് വരച്ചു കൊടുത്ത വരിയിൽ നമ്മൾ വീണ്ടും വന്ന് നിൽക്കുക. അതാണ് പറഞ്ഞത്. എല്ലാവർക്കും ആഗ്രഹമുള്ളൂ. സ്വഹാബത്ത് റസൂലുള്ളാഹി വരച്ചു കൊടുത്തവരാണ്. നിങ്ങൾ ദീനിൽ നിങ്ങളെക്കാൾ ഉന്നതരാരാണ് നോക്കുക. നമ്മളെക്കാൾ സ്ട്രോങ് ദീനുള്ള ആരാ നോക്കുക. ഓനെ മറികടക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഓനേക്കാൾ കൂടുതൽ മറികടക്കാം. ഓന് നിസ്കാരത്തിന് കാമത്തുമ്പോൾ മുട്ടുമള വരുന്നേ എന്നാൽ ഞാനെന്ത് ചെയ്യും? അതിൻ്റെ മുമ്പ് നിസ്കരിച്ചാടത്തും. അതാണ് മുൻകിടക്ക്. വെള്ളിയാഴ്ച നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ വന്ന് എല്ലാ കൂലി ആ ഒട്ടകത്തെ അറുത്ത് കബറിൻ്റെ അടുത്ത് തസ്ബീഹ് തല്ലി പിരിഞ്ഞു പോണ ഒരു 2 ഉഹുദുമാനുണ്ടല്ലോ, വലിയ കൂലി. ആ കൂലി എനിക്ക് കിട്ടണം എന്ന നിലയ്ക്ക് നമ്മൾ മുഅ്മിനീങ്ങളെ മുൻപന്തിയിലെത്തുക. മറ്റൊരൊക്കെ അതാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ 2ാമത്തെ വരേതാ? ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ നിങ്ങളെക്കാളും താഴെയുള്ളവർക്ക് പ്രാരാബ്ദങ്ങൾക്ക് നോക്കിക്കോളൂ. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ആൾക്കാർ ഇങ്ങനെ നോക്കി ജീവിച്ചവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. ഓലൊക്കെ മരിച്ചപ്പോൾ പിന്നെ നമ്മളെ പോലത്തെ കുറേ മോശപ്പെട്ട മനുഷ്യന്മാർ വന്നിട്ട് ഈ വരാൻ വായിച്ച് എന്നിട്ട് പുതിയ സിദ്ധാന്തം എഴുതി. എന്താ എഴുതി?
ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെക്കാൾ നേരെയുള്ളവരിലേക്ക് നോക്കി, ദീനിൻ്റെ കാര്യത്തിലോ താഴെയുള്ളവരിലേക്ക് നോക്കി. അപ്പം നമുക്ക് എന്തുണ്ടായി? നിരാശ ഉണ്ടായി. നിരാശ വന്നു. ആലോചിച്ചു, നിരാശ വന്നു. ആ നിരാശ നമുക്ക് വന്നാൽ നല്ല ബുദ്ധിമുട്ട് കൊണ്ട് പോകാൻ പറ്റില്ല. മഹാനായ അത്താബ് സലമി റളിയല്ലാഹു അൻഹു, അത്താബ് സലമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എത്ര കമ്മിറ്റി അനുവദിച്ച സമയം 1 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഞാൻ തീർക്കൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കഴിക്കൂടെ? ബുദ്ധിമുട്ടുണ്ടോ? ചെയ്യിപ്പിക്കണോ? ഇൻഷാ അല്ലാഹ്. അത്താബ് സലമി റളിയല്ലാഹു അൻഹു മദീനയിലെ നല്ലൊരു എംബ്രോയിഡറി വർക്കറാണ്. എംബ്രോയിഡറി വർക്കറിന് ഇംഗ്ലീഷ് പറയുമ്പോൾ അന്നിപ്പോൾ അങ്ങനത്തെ സൂചി നൂലും വെച്ച് മെഷീൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആളാണോ? അല്ല. ഇന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാണ്. ഇന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. കൈത്തൊണ്ടി എന്നൊക്കെ പറയുമ്പോൾ തിരിയില്ല. പണ്ടൊരു തട്ടുകടക്കാരന് നമ്മൾ PSM കോളേജിന് തൊട്ട് മുമ്പിൽ തിരങ്ങാടി ഫോക്കസായ PSM കോളേജിന് തൊട്ട് മുമ്പിൽ ഒരു തട്ടുകടക്കാരുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട ഒരു അവറാക്കാന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് ആ 15 കോലത്തിൽ തന്നെ മത്തിയും കൂടെയൊക്കെ എഴുതിയേക്കും. കുട്ടികളാരും അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒന്ന് മാറ്റി പറഞ്ഞെടുത്ത് എൻ്റെ പറഞ്ഞെടുത്ത് അത് തോന്നി പറഞ്ഞെടുത്ത് എന്ത് കക്കങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, കടന്നൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് ഉഷാറാക്കിയിട്ട് ഒരു ഫ്രണ്ട്സ് തട്ടുകളൊക്കെ ഒരു പേര് കൊടുക്കുക. എന്നിട്ട് സ്റ്റുഡിയോ സ്പെഷ്യൽ ഫിഷ് ആൻഡ് കോപ്പി ആക്കും. അത് എഴുതിയാൽ മതിയാണ്. പോലെന്തിരക്കന്ന് മത്തി മൂളി മതിയായില്ല. ആ സാധനം ഒന്ന് പെരയിക്കൊണ്ട് പേരെ കുട്ടികൾ തിന്ന് നോക്കുണ്ടാക്കുക. അപ്പോൾ ഇംഗ്ലീഷ് എഴുതിയപ്പോൾ തന്നെ ഒരേ സാധനമാണ്. അതാണ് കാലം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് കൈത്തുന്നി നൂലുകൾ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് തുന്നിയിട്ട് മുസല്ലകൾ കൊണ്ടു നടക്കുന്ന മഹാനായ നല്ല സാധനം. അത് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചോളൂ. ആ എംബ്രോയിഡറി വർക്കിലൂടെ കൈത്തുന്നിലൂടെ നന്നായി പുതപ്പുകൾ ചെയ്ത് ആര് കണ്ടാലും വലിയ വില പറയുന്ന, ആര് കണ്ടാലും നല്ല അത്ഭുതങ്ങൾ പറയുന്ന ഒരു വിരിപ്പാക്കി കൊണ്ട് മദീനയുടെ കമ്പോളങ്ങളിൽ അങ്ങ് നിവർത്തി ആളുകളെ കേട്ട് തളച്ചു നിന്നിട്ടുണ്ടല്ലോ. അഭിപ്രായങ്ങൾ പറയുന്നത് അത്താവസരം മനസ്സിലാക്കി എന്തായാലും ഇതിനൊരു മനുഷ്യൻ കുറ്റം പറയാം ഉറപ്പാ. അന്തം വിട്ട് നിൽക്കുന്നതിനിടയിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വില വരച്ചപ്പോൾ ബുദ്ധിമാനായ ബീർബൽ അപ്പുറത്തേക്കാളും വലിയ വില വെച്ചതാണ് ചെറുതാക്കിയ മാതിരി ആ സദസ്സിലുള്ള ഒരുത്തൻ ആ വിരിപ്പിന്റെ ന്യൂനത കാണിച്ചു കൊടുത്തു. 4 എണ്ണം. ഇതങ്ങോട്ട് കണ്ടപ്പോൾ മുഖം ചുവന്നു, ചുണ്ടുകളിലെ ഹൃദയം തുമ്പി, തിരങ്ങി അദ്ദേഹം കരഞ്ഞുപോയി. പലരും വിചാരിച്ചത് എന്തിനാ കരഞ്ഞത്? ഈ ദുനിയാവിന്റെ കാർപ്പറ്റിന് മോശമുണ്ടെന്ന് പറഞ്ഞോണ്ടാ നമ്മളൊക്കെ വിചാരിച്ച അങ്ങനെയാണോ? ആണോ? അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ കരഞ്ഞതല്ല സാധിക്കും. അദ്ദേഹം അത് കേട്ടപ്പോൾ കരഞ്ഞത് പരലോകത്ത് ഓർത്തിട്ടാണ്. എന്താ കാരണം? അദ്ദേഹം കരഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, എത്തിനാ ചങ്ങൾ പറഞ്ഞത് ആ മട്ടം പോലെ ആ സാധനം കൊണ്ടുവന്ന കാർപ്പറ്റിന് മോശം ഉണ്ടായിരുന്നു, അത് നല്ല മട്ടം പോലെ ആരും വിരലിന് കൊണ്ടേക്കൂടെ പാകം കൊടുക്കാൻ പറ്റില്ല, എങ്ങനെ ആശ്വസിപ്പിക്കാം? പറഞ്ഞ അയാൾക്കൊന്നും പാടില്ലേ? തേങ്ങി അതാവശ്യം തേങ്ങ അടക്കിയവരോട് പറഞ്ഞു, നിങ്ങൾ ആരും പറഞ്ഞതല്ല കാരണം. ഈ വിരുദ്ധതയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ, കണ്ടാൽ, കാണിച്ചു തന്നാൽ എനിക്ക് ദുഃഖമില്ല. കാരണം ഇതിനേക്കാൾ നന്നായി നെയ്യാനുള്ള കഴിവും അവസരവും ബുദ്ധിയും എനിക്കുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ നിന്ന് കിട്ടും. എനിക്കെന്താ പ്രശ്നം? അതുകൊണ്ടേ മാറ്റി നന്നാക്കി കൊടുന്നാൽ ആരെങ്കിലും പറയാൻ പോലെ. പക്ഷെ ഞാൻ കരുതുന്നതിനല്ല, ഇത്ര കൃത്യമായി പണിത ഈ തുണിക്ക് പോലും ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ കണ്ണുകൊണ്ട് 4 ന്യൂനതകൾ കണ്ടെങ്കിൽ ഹൃദയത്തിൽ മറച്ചു വെച്ചതോ കണ്ണിന്റെ കട്ടുതോട്ടം പറയുന്ന ആ പടച്ചോന്റെ കണ്ണിൽ നിന്ന് നമുക്ക് വല്ലതും മറച്ചെക്കാൻ പറ്റുമോ? നിങ്ങളെ തെറ്റുമോ? പറയാണ്, ഞാൻ കോടതിയിൽ ഓരോരുത്തരും ഒറ്റക്കായി വരുന്നൊരു ലോകം വരാനുണ്ട്. അവിടെ ഈ അത്താവ് സലമിയെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അള്ളാന്റെ കോടതിയിൽ ഇസ്ലാമാകുന്ന അത്താഹിന്റെ വിരിപ്പ് നിർത്തിവെക്കും. ഇസ്ലാമാകുന്ന അത്താഹിന്റെ വിരിപ്പുകൾ നിർത്തിവെക്കും.
എന്നിട്ട് അതിലേക്ക് അന്ന് ആ ചങ്ങായി പറഞ്ഞ പോലെ അള്ളാഹു തആല അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് താഴെ തൗഹീദിൽ വേണ്ടത്ര ഉറപ്പില്ലല്ലോ, ശിർക്കിലേക്ക് പോയല്ലോ, ബിദ്അത്ത് കലർന്നല്ലോ, കുഫറും ബിദ്അത്തും ഹറാമുണ്ടല്ലോ, അമലുകൾ പൊളിഞ്ഞല്ലോ, നിസ്കാരം കഴിയല്ലോ, കുടുംബജീവിതം പാടിയിട്ടുണ്ടല്ലോ, ഇതുപോലെ പറയാൻ തുടങ്ങിയാൽ അവിടെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് രണ്ടാമത് തിരിച്ചു ഭൂമിയിൽ വന്ന് ഈ പറഞ്ഞ പോരായ്മ ശരിയാക്കി അള്ളാഹിന്റെ വീണ്ടും പോകാൻ അവസരം എനിക്ക് കിട്ടൂലല്ലോ. ഇത് ആലോചിച്ച് കരഞ്ഞതാ. ഇങ്ങനെ കരഞ്ഞവരായിരുന്നു സ്വഹാബത്ത്. അവരെ കൂടെ പോകാനല്ലേ നമ്മളൊക്കെ ഇതിന് വേണ്ടിയിട്ട് വന്നത്? ആണല്ലേ? ആണെങ്കിൽ ഞാൻ അവസാനം ഓതി വെച്ച പാടി വെച്ച ബെയ്ത്ത് തുടങ്ങിയതിൽ നിന്ന് ഞാൻ അവസാനിപ്പിക്കാം. ബെയ്ത്ത് എന്താണ്? ബെയ്ത്ത് അത്തർവാ അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ അൻത ബിഗൈരി സാദി. അല്ലാഹുവിനെ തൃപ്തി നേടിക്കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി സമ്പത്തും ശരീരവും മജ്ജയും മാംസവും കുടുംബങ്ങളും ആദർശവും മുഴുവനും കൊടുത്ത മഹാന്മാരായ നല്ല നല്ല സ്വാധികന്മാരും നല്ല സ്വാധികന്മാർ അവരൊക്കെ പോയ സ്വർഗത്തേക്ക്, ആ സലഫുസ്വാലികളുടെ സ്വർഗത്തേക്ക് എനിക്കും പോകണമെന്ന് പറയുന്ന സലഫികളാണ് നമ്മള്. ഞാൻ പറയുന്ന കവി പറയാണ്, സലഫികളാണ് നമ്മള്. എന്നാൽ ആ കടന്നുപോയ സലഫികളായ സ്വഹാബത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ അവർ മാർഗം പറയുന്ന നമുക്ക് നമ്മളെ പോക്കറ്റ് കാലിയാണ്. അതാണ് നമുക്ക് നമ്മൾ എങ്ങനെ എത്താം. ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു ക്ലൈമാക്സ് ആയി ഞാൻ അവസാനിപ്പിക്കണം. അവർക്ക് ഇനിയും ഒരു വിജ്ഞാനം എനിക്ക് ഇവിടെ അവസരം തന്നാൽ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ പറയും. കാരണം ഇനി പറയാനുള്ളത്, ഞാൻ ഊരവിൻ്റെ ഇന്റർവ്യൂ ഒരു കഥ പറഞ്ഞ പോലെ ഖബറിലേക്ക് വെക്കുന്ന ഒരു മയ്യത്തിൻ്റെ അടുത്ത് 4 ഭാര്യമാർ വരുന്ന, ആ 4 ഭാര്യമാരുമായിട്ട് ഈ മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യൻ ഇന്റർവ്യൂ നടത്തുന്ന രസകരമായ ഒരു അറബിക്കഥ പറഞ്ഞ് അതിലൂടെ പിന്നീട് ആ ഖബർ വരെയുള്ള നരകം സ്വർഗം വരെയുള്ള വിഷയം പറഞ്ഞ് ഇതിൻ്റെ പാർട്ട് 2 അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും ശാരീരികമായ പ്രയാസമുണ്ട്. കേട്ടിരിക്കണേ ഇന്നലെ നീച്ച് തല്ലും ചെയ്യും. മൈക്ക് തിന്നിട്ടേ പോകുള്ളെങ്കിൽ അടിച്ചിട്ടെന്നെ ഞങ്ങൾ വിടുന്നത്. അവിടെ ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു ക്ലൈമാക്സ്. സീരിയലൊക്കെ നിർത്തുമ്പോൾ അങ്ങനെ അടുത്ത എപ്പിസോഡ് ഇപ്പോൾ എന്താ പഠിച്ചോലെ ഞാൻ കലാറ കുട്ടിനെ കൊണ്ടുപോയി കൊന്നോന്നാവാം മൈസൂർ ലോഡ്ജ്. ഇതിനിടയിൽ വാസുകാരല്ല, താഞ്ചില്ല, ഒന്നുമില്ല. റമദാനിന് വരെ ഐസിന്ന് ബോധം തെളിഞ്ഞപ്പോൾ സീരിയലിലാണ് അടി മറ്റേ കുട്ടിനെ കൊന്നോന്ന് ചോദിച്ച് വല്യമാരുടെ കഥ ആരോ പറഞ്ഞു. കുറച്ചോ കാരണം നമ്മളെ നാലിന് അത്തരത്തിൽ വല്യമാരില്ലാന്നാണ് എനിക്ക് പറയാം. ഉണ്ടാവില്ല. കാരണം നമ്മളെ MGM-ന്റെ പ്രവർത്തകർ ഞാൻ ഇളയ ബന്ധമുള്ള ആ കാലഘട്ടത്തിൽ എനിക്ക് ഇവിടുത്തെ സജീവ പ്രവർത്തനം ഇങ്ങനെ ശക്തമാക്കണം പ്രവർത്തനം. ഞങ്ങളെല്ലാ പ്രഭാഷകന്മാരും വലിയ പണ്ഡിത സാരഥികളും ഇവിടെ ഇരിക്കുന്ന തഴമ്പ് വെച്ച ഇരുത്തം വന്ന പല മൊറാക്കൾ ഇരിക്കുന്ന കാരണമാണ് സജീവ പ്രവർത്തനം. നിങ്ങൾ മുമ്പിലിരിക്കുന്ന കാരണമാണ് നമ്മൾ യുവാക്കൾ വിദ്യാർത്ഥികൾ ഇറങ്ങി ആ ഉജ്ജ്വലമായ ആദർശ രംഗത്ത് ഈ സമൂഹത്തിൽ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളും വ്യതിയാനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തൗഹീദ് പറയണം, സുന്നത്തിലേക്ക് അച്ചടിക്കണം, സലഫുസ്വാലികളുടെ പാത പിൻപറ്റിക്കണം. എല്ലാ തരത്തിലുള്ള ലിബറൽ ചിന്താഗതികൾക്കെതിരെയും നാസ്തികതക്കെതിരെയും ഈ സമകാലിക രാഷ്ട്രീയത്തിലെ വികല വൈകല്യങ്ങൾക്കെതിരെയും ഒക്കെ അഴുക്ക് ചേർക്കെതിരെ പറയണം. പൗരോഹിത്യത്തിൻ്റെ സകലമായ ചങ്ങലകെട്ടുകൾ പൊട്ടിക്കണം. കള്ളനാണയങ്ങൾക്കെതിരെ എന്ന് പറയണം. കുടുംബത്തെ തെറ്റിക്കല്ല, സാമൂഹ്യ ബന്ധമല്ല, എല്ലാം നിലനിർത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരും. അവസാനിപ്പിക്കണം. അതുകൊണ്ട് മരണത്തോടുകൂടിയുള്ള യാത്ര, ആ യാത്രയ്ക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യമാണ് ഞാൻ നാമകത്തിൽ ഓതിയ ആയത്തിൽ എൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. എൻ്റെ ടൈമിൽക്കുണ്ട്. നിങ്ങൾ വാച്ച് നോക്കണ ഞാൻ വാച്ച് നോക്കിയിരുന്നു. ഈമാനുള്ളവരെ, തഖ്വയുള്ളവരെ, മുഅ്മിനീങ്ങളെ നമുക്ക് പുറപ്പെടുത്തട്ടെ. ഇത്തഖില്ലാഹ സൂക്ഷിക്കണം. നാളെ
നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന ആ ചോദ്യത്തിന് മുമ്പിൽ അള്ളാഹുവിനെ നമുക്ക് ധൈര്യസമേതം പറയാൻ മുൻഗാമികളെ പോലെ അമലുകളുമായി അള്ളാഹെ കണ്ടുമുട്ടാൻ നമുക്ക് അത് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വീട്ടിൽപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരെയും പ്രയാസം ദൂരീകരിച്ചു മാറാകട്ടെ. ഈ മഹത്തായ ആദർശത്തിന് വേണ്ടി അഹോരാത്രം ഈ മഹലുകൾ പണിയെടുക്കുന്ന ഒരാക്കൾ ഉലമാക്കൾ വൈജ്ഞാനികമായിട്ടുള്ള നമ്മുടെ പല പണ്ഡിതന്മാർ പേരെടുത്ത് ഞാൻ നാളെയും പറയുന്നില്ല, ബിസിനസ്സിൽ വേദിയിൽ ഇരിക്കുന്നവരും ഒരുപാട് പ്രവർത്തകന്മാർ യുവതികളായ കാരണവരെ ഞാൻ ഇന്നും കൈകൊടുത്ത് എനിക്കൊന്ന് ചുമ്മാ കഴിഞ്ഞ് പോകുമ്പോൾ സരാചരുന്ന വ്യക്തിയാണ്. ഇന്നും മാഷാള്ള അദ്ദേഹം അതുപോലെ ഇരിക്കുന്നു. ദൈർഘ്യമേറിയ വിഭാഗത്തുകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാനുള്ള ആയുസ്സുള്ള റാഫിയത്തോട് നിൽക്കട്ടെ. അതല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾക്ക് അല്ലാഹു താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ അല്ലാഹു നമ്മളെ വിടാതിരിക്കട്ടെ. ഫലസ്തീൻ ഗസയിലും മറ്റു പല വടക്കുകളിലും ഇന്ത്യയുടെ പല ഭാഗത്തും കേരളത്തിൽ തന്നെ വോട്ട് നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി പറയാൻ എല്ലാ തരത്തിലുള്ള ആ ഫാസിസത്തിൻ്റെയും സവർണ മേധാവിത്വത്തിൻ്റെയും കാലാവസ്ഥയിൽ നിന്നും നമ്മളെ എല്ലാവരും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഗസയിലെ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്കുള്ളാവും സ്വർഗം നൽകുമാറാകട്ടെ. ഷഹീദിന്റെ കൂലി നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ വേദനകൾ സഹിക്കാൻ മനക്കരുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ വേർപെട്ടു പോയ നമ്മുടെ നേതാക്കളുടെ സഹോദരങ്ങൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, മറ്റുള്ള ആളുകളെല്ലാം എല്ലാവർക്കും നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين. اقول قولي هذا استغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه انه الغفور الرحيم. وصلى الله وسلم تسليما كثيرا رب ارحمهما كما ربنا صغارا وصلى الله وسلم تسليما كثيرا. السلام عليكم